Now, I request Father R.V. Capuchin, Dr. Pramod K. Narad, Dr. Father Jason Kalan Capuchin, Dr. C. Rauni, Dr. Biju Balakrishnan, Swami Sambhavananda, sorry, sir innu varilla കാരണം സാറിനൊരു ഹെൽത്ത് ഇഷ്യൂ ആണ്. ഡോക്ടർ ഡേവിഡ് പേരാമംഗലം ഫാദർ, ഡോക്ടർ എം.എൻ. വിനയ്കുമാർ, ഡോക്ടർ ഡി. ഷീല, അഡ്വക്കേറ്റ് കുക്കു ദേവകി എന്നിവരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഐ റിക്വസ്റ്റ് യു ടു ഗ്രേസ് ദ ഡയസ്. ഒരാളെയും കൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്തോട്ടെ. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സർ, അതുപോലെ തന്നെ നമ്മുടെ പാരിഷ് പ്രീസ്റ്റായ ഫാദർ മനോജ് താണിക്കൽ അച്ഛനെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഫാദർ മനോജ് താണിക്കലിനെയും രാവുണ്ണിയേട്ടനെയും അതുപോലെ ഫാദർ ജെയ്സൺ കാലാൻ കപ്പൂച്ചിനച്ഛനെയും ഞങ്ങൾ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു.
റോജറച്ചൻ്റെയും ശ്രീമതി റീബ ടീച്ചറുടെയും പാരൻസായ മിസ്റ്റർ ജേക്കബ് മാസ്റ്ററുടെയും സെലീന ടീച്ചറുടെയും ഓർമ്മകൾക്ക് മുൻപിൽ ഒരു നിമിഷം എഴുന്നേറ്റ് പ്രാർത്ഥനയിലായിരിക്കാം. താങ്ക് യു. ഔദ്യോഗിക സ്വാഗതം പറയുന്നതിനായിട്ട് ഫാദർ റോജർ കപ്പൂച്ചിനെ ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയൊരു അത്ഭുതം നടക്കുന്നതിൻ്റെ സന്തോഷത്തിൻ്റെ നിറവിലാണ്. എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും ഓരോ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ ദൈവം നൽകിയൊരു അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിലാണ്. ഞങ്ങളുടെ പപ്പയുടെയും മമ്മിയുടെയും ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം ഇങ്ങനൊരു സാഹചര്യത്തിൽ പുസ്തകം പ്രകാശനം ചെയ്യുന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ടായി. അത് നിറവേറ്റിത്തരാൻ ദൈവത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ ദിവസം ഇതിൻ്റെ സന്തോഷത്തിനും കൂടെ മാറ്റുകൂട്ടാൻ വേണ്ടി ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നത് നിങ്ങളാണ്. ഞാനല്പം ശാരീരികമായ അസ്വസ്ഥതയിലാണ്. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ജസ്റ്റ് വരുന്ന വഴിയാണ്. എൻ്റെ മനസ്സ് ശരീരമൊന്നും അത്ര ഫിറ്റല്ല. അതുകൊണ്ട് എനിക്ക് വാക്കുകളും ക്ലിയർ അല്ല. അതുകൊണ്ട് ഒന്നും പ്രത്യേകിച്ച് വരുന്നില്ല. എന്തായാലും ഇന്നതിന് എനിക്ക് വലിയ ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നുകൊണ്ട് എത്തിയിരിക്കുന്ന പ്രൊവിൻഷ്യൽ അച്ഛൻ ജെയ്സൺ കാളൻ, അതുപോലെ പുസ്തകം ഏറ്റുവാങ്ങാനായിട്ട് എത്തിയിരിക്കുന്ന അൻവിത അനിൽ, കുട്ടി എഴുത്തുകാരിയാണ്. അതുപോലെ ചേച്ചിയുടെ പുസ്തക പ്രകാശനം ചെയ്യുന്നതിന് എത്തിയിരിക്കുന്ന ഡോക്ടർ സീര ഉണ്ണി, ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന ബിജു ബാലകൃഷ്ണൻ, അതുപോലെ ഇന്ന് വരാമെന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ ശാരീരികമായ അസ്വസ്ഥതകൾ വരാൻ പറ്റാതെ നമ്മുടെ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണമഠം അധ്യക്ഷൻ സ്വാമി സദ്ഭവാനന്ദ, ആൾ വന്നിട്ടില്ല, ആൾക്ക് വരാൻ പറ്റിയിട്ടില്ല. അതുപോലെ എൻ്റെ ആശ്രമത്തിൻ്റെ സുപ്പീരിയർ അച്ഛൻ ഫാദർ ഡേവിഡ് പേരാമംഗലം, റോസി തമ്പി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രത്യേക കാരണത്താൽ വരാൻ പറ്റിയിട്ടില്ല. അതുപോലെ ഡോക്ടർ എം.എൻ. വിനയൻ കുമാർ, പൂക്കാസ ജില്ലാ സെക്രട്ടറി, അതുപോലെ ഡോക്ടർ ഷീല വനിതാ സാഹിതി സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അതുപോലെ സാമൂഹ്യ പ്രവർത്തകയും അതുപോലെ ബാല്യകാല സുഹൃത്തും ഇപ്പോഴും ആ സൗഹൃദം നിലനിർത്തുന്ന അഡ്വക്കേറ്റ് കുക്കു ദേവകി, നമ്മുടെ നാട്ടുകാരി, അതുപോലെ ഗാനരചയിതാവായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. എനിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് കേരള ബുക്ക് ഓഫ് റെക്കോർഡ് ഞാൻ വാങ്ങിച്ചത് ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതുപോലെ വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ, ഈ കലാഗ്രഹം ബ്ലസ് ചെയ്തത് അദ്ദേഹമാണ്. അതുപോലെ അധ്യക്ഷത വഹിക്കാനെത്തിയിരിക്കുന്ന ഡോക്ടർ പ്രമോദ് കെ നാറാത്ത്, പിന്നെ എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. ചേച്ചിയുടെ സൗഹൃദത്തിലുള്ളവരുണ്ട്, എൻ്റെ സൗഹൃദത്തിലുള്ളവരുണ്ട്, ബന്ധുക്കളുണ്ട്, എന്നെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്, എൻ്റെ ഒപ്പം പഠിച്ച സുഹൃത്തുക്കളുണ്ട്. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വീണ്ടും പറയുന്നു, എൻ്റെ ഹെൽത്ത് ഇഷ്യൂ ആയതുകൊണ്ട് എനിക്ക് ഒന്ന് ക്ലിക്കാവുന്നില്ല. എന്തായാലും എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ദിവസം സുന്ദരമാക്കാൻ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, സ്വാഗതം. താങ്ക് യു കുഞ്ഞുച്ച. അധ്യക്ഷ പ്രസംഗത്തിനായി ഡോക്ടർ പ്രമോദ് കെ നാറാത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടരെ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ വളരെ അപൂർവമായ ഒരു ചടങ്ങായിട്ടാണ് ഈ ചടങ്ങ് എനിക്ക് തോന്നുന്നത്. കാരണം അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മയുള്ള ഈ ഗൃഹത്തിൽ 2 മക്കളുടെ പുസ്തകങ്ങൾ ഒരേ സമയത്ത് പ്രസിദ്ധീകൃതമാകണം. ഇവിടെ നിങ്ങൾ ഈ കലാഗ്രഹം ഒന്ന് നോക്കിയിട്ടുണ്ടാകും. ഒരു പെൻസിൽ ആർട്ടും അതുപോലെ തന്നെ ആർട്ടിൻ്റെ ഒരു കലാഗ്രഹമാണ്. ബുക്ക് ഓഫ് റെക്കോർഡ് അതുപോലെ പെൻസിലും ഒക്കെ വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ച ആളുടെ വരകളാണ്. ഇതിപ്പോൾ എത്രമാത്രം നമുക്ക് നോക്കി കാണാൻ പറ്റുന്ന അറിയില്ല, എല്ലാം ചെറിയ ചെറിയ വരകളാണ്. അപ്പം അതുകൂടി ഈ കലാഗ്രഹത്തിൽ നിങ്ങളൊന്ന് കാണണം എന്നാണ് എനിക്ക്
അതുപോലെ തന്നെ പല കളറിലുള്ള രചനകളും ഇതിൻ്റെ അകത്തുണ്ട് നടത്തും. ആ നിലയിലാണ് ഈ കലാഗ്രഹത്തെ ഒന്ന് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സമയത്തിനനുസരിച്ച് ഒന്ന് കാണണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇതിൻ്റെ കൂടെ വെക്കുകയാണ്. ഞാൻ 2014 തൃശ്ശൂർ ഡയറ്റിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ അത് ആ ഡയറ്റിൽ വരുന്ന സമയത്ത് ആ വർഷം തന്നെ അക്ഷരത്തുമ്പികൾ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടികൾക്കുള്ള ഒരു ക്യാമ്പ് നടത്താനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ വെച്ചാണ് ഞാൻ റീബ ടീച്ചർ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. സ്കൂളിലെ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് വന്ന് ആ പരിചയം എനിക്ക് ടീച്ചറും ഞാനും തമ്മിലുള്ളൊരു പരിചയത്തെ എങ്ങനെയാണ് നിർവചിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം അത്തരം ഒരു എഴുത്തിൻ്റെ ഒരു സൗഹൃദത്തിൻ്റെ ഒരു പ്രത്യേകതരം ബന്ധം ആണ് ടീച്ചർ തമ്മിൽ ഞാനുള്ളത്. ഒരു സഹോദരി നിർവിശേഷമായൊരു സ്നേഹബന്ധം. എഴുത്തിനെ നമ്മൾ കൂട്ടിയിണക്കുന്നു. രണ്ടുപേരും കവിതകൾ എഴുതുന്നു. കവിതകളുടെ ശരി തെറ്റുകളൊക്കെ ഒരേ വേവ് ലെങ്ത്തിൽ സംസാരിക്കാൻ പറ്റുന്ന രണ്ടുപേർ എന്ന നിലയിൽ ഒരു കുടുംബ സുഹൃത്തായി മാറുന്നു. മാത്രമല്ല ഞാൻ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അവിടെ പോൾ സാർ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ സാറുമായി കുറച്ച് അടുപ്പമുണ്ടാകുന്നു. അങ്ങനെ ശരിക്കും ഒരു കുടുംബത്തിലെ ഒരാളെപ്പോലെ ഉള്ള ഒരു ബന്ധം കൊണ്ടായിരിക്കണം എന്നെ ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് പിടിച്ചു വെക്കാനൊരു കാരണമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ടീച്ചറുടെ കവിതകൾ പല സമയങ്ങളിൽ എനിക്ക് ടീച്ചറുടെ ഈ കവിതകളിലെ 40 കവിതകളാണുള്ളത്. 40 കവിതകളിലൂടെയും കടന്നുപോയി അതിൻ്റെ പല സമയങ്ങളിലായി അതിനോട് സംവദിക്കാനൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ പോൾ സാർ മരിച്ചതിൻ്റെ ഒരു വർഷം പൂർത്തിയാകുന്ന സന്ദർഭത്തിലാണ് ആർ വി കപ്പൂച്ചിൻ അവരെ കാണുന്നത്. അപ്പം അന്ന് തന്നെ മനസ്സിലൊരു ആഗ്രഹം അവരും പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ രചനയിലേക്ക് രണ്ടുപേരും ഒരേ സമയത്ത് വരികയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പുസ്തക പ്രസാധനത്തിലേക്ക് എത്തിച്ചേരുന്നത്. ടീച്ചർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എഴുത്തിൻ്റെ ഒരുപാട് പ്രതിസന്ധികളായി ടീച്ചറുടെ എഴുത്തുകളിൽ കാണാൻ വേണ്ടി പറ്റും. 4ാമത്തെ പുസ്തകത്തിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ രചനയുടെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഞാനും അതിൻ്റെ വേവുകൾ, ആ പുസ്തകം ഉണ്ടാകുന്നതിൻ്റെ വേവുകൾ അനുഭവിച്ച ഒരാളാണ്. പല സമയങ്ങളിലും ജീവിതത്തിൻ്റെ തിരക്കുകൾക്ക് എനിക്ക് തോന്നുന്നൊരു ശരിക്കും ഒരു പൊരുതി നേടിയ പുസ്തകം എന്നൊക്കെ വേണമെങ്കിൽ ആ പുസ്തകത്തെ കുറിച്ച് പറയാം. അങ്ങനെ ഉണ്ടായൊരു പുസ്തകമാണ്. ഇതിൻ്റെ ആമുഖം അതുപോലെ തന്നെ അതിൻ്റെ തുടക്കത്തിലും ചില കാര്യങ്ങൾ റീബ ടീച്ചറിന് പറയുന്നുണ്ട്. പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉള്ളൊരു സൂചകം എന്നുള്ള നിലയിലാണ് ഞാൻ അതിനെക്കുറിച്ച് ഈ കവിതകൾ സമർപ്പിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് സമർപ്പിക്കാനുള്ള ഒരു കവിതയായിട്ടാണ്, കവിതാ സമാഹാരമായിട്ടാണ് ഈ കവിതാ സമാഹാരത്തെ ടീച്ചർ നോക്കിക്കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ കവിതകളിൽ പ്രൊഫസർ KV രാമകൃഷ്ണൻ മാഷിൻ്റെ ഒരു നിരീക്ഷണം കൂടിയുണ്ട്. അതിന് ഇങ്ങനെയാണ് മാഷ് ആറ്റിക്കുറുക്കി പറയുന്നത്: താൻ സമ്പാദിച്ചു സൂക്ഷിക്കുന്ന കടഞ്ഞെണ്ണിയിട്ട ഉറുമിയാണ് തനിക്ക് വാക്ക് എന്ന നിറഞ്ഞ ബോധ്യത്തിലും അങ്കത്തട്ടിൽ കയറി വാൾ അരയിൽ നിന്ന് ഊരി ചുഴറ്റി നെഞ്ചിൽ ചേർത്ത് കുനിഞ്ഞു നിവരുമ്പോൾ ഈ തിരിച്ചറിവിൽ നിന്ന് ഉത്ഭിന്നമാകുന്ന വിനയമാണ് കവിയുടെ വീരതലകം. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തോട് പടപൊരുതി ഉണ്ടാക്കിയ കവിതകളാണ്. അപ്പോൾ ആ കവിതയെ അങ്ങനെ തന്നെ ഒന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട് തോന്നുന്നു. ചുരുങ്ങിയ വാക്കിൽ സച്ചിദാനന്ദ മാഷ് ഒരു ആശംസയും കൂടി അതിൽ പറയുന്നുണ്ട്. പുതിയ കാവ്യഭാഷയ്ക്കുള്ള ശ്രമമാണ് സച്ചിദാനന്ദൻ ആശംസാക്കുറിപ്പിൽ പറയുന്നത്. ആ ഭാഷയിൽ തനി നാടൻ പദങ്ങളുണ്ട്, കാവ്യാത്മകമായ പ്രയോഗങ്ങളുണ്ട്, പുതിയ ഉപമകളും രൂപകങ്ങളുമുണ്ട്, ചില ഇംഗ്ലീഷ് വാക്കുകളും കവിതകളുടെ വരികൾ പോലും ഉണ്ട്. ഇനി എനിക്ക് തോന്നുന്നു റീബ ടീച്ചർക്ക് താങ്ങും തണലുമായി എന്ന് കൂടെ നിന്ന ഒരാളാണ് ടീച്ചറുടെ സ്ഥിരം വിളിക്കുന്ന രാവണ്യേട്ടനാണ്. ഞാനും രാവണ്യ മാഷ ആദ്യം വിളിച്ചപ്പോൾ ഇപ്പോൾ രാവണ്യേട്ടനായി. എല്ലാവരുടെയും രാവണ്യ മാഷൻ രാവണ്യേട്ടൻ ആ കവിതയെക്കുറിച്ച് ഒറ്റ വാക്കിൽ എങ്ങനെയാണ് അത് സംഗ്രഹിക്കുന്നത്: ആരുടെ മുന്നിലും ചുളിഞ്ഞു കുത്തി നിൽക്കരുതെന്ന് ആഹ്വാനം ചെയ്യുന്ന റീബയുടെ കവിതകൾ. ഇങ്ങനെയാണ് ഈ കവിതയെക്കുറിച്ചുള്ള ഒരു പൊതു കാഴ്ചപ്പാടുകളായി വ്യത്യസ്ത മേഖലയിലുള്ളവർ ആ കവിതയെ നോക്കിക്കാണുന്നു. ഞാൻ ഈ കവിതയുടെ പല തലങ്ങളിൽ കൂടി സഞ്ചരിച്ചപ്പോൾ പല കവിതകളിലും ഒരു ആവർത്തനത്തിൻ്റെതായ ചില പദങ്ങളുടെ ആവർത്തനമൊക്കെ കാണാം. അതൊക്കെ ഒരു കവിതയുടെ ഒരു പൊതു സ്വഭാവമായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിങ്ങനെ പറയാനൊരു കാരണം, ഈ പുസ്തക പരിചയം എന്നൊന്നില്ല.
അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാമെന്നുണ്ട്. പുസ്തകം ഏറ്റുവാങ്ങുന്ന ആളും പുസ്തകത്തെക്കുറിച്ചൊക്കെ ആനുഷംഗികമായി എല്ലാവരും പറഞ്ഞ് പുസ്തകത്തെ ഒന്ന് പൂരിപ്പിച്ചെടുക്കുന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇത്തരം ഒരു കാര്യം ചേർത്ത് പറയുന്നത്. ചെയ്ത കാര്യങ്ങളെ കുറച്ചും കൂടി വിശദമായി ഇപ്പോൾ ഒരുപാട് പദപ്രയോഗങ്ങൾ സവിശേഷം, കൈ കഴുകി എന്ന് പറഞ്ഞ് വരികളിൽ ചേർത്ത് പറയുന്നുണ്ട്. കിളച്ച് ഒടുവിൽ ഏറ്റവും ഒടുവിൽ പതുക്കെ ഇങ്ങനെ ചില വരികളുടെ ആവർത്തനത്തിൻ്റെ ചില സച്ചിദാനന്ദ മാഷ് നിരീക്ഷിച്ച പോലെ ചില പദപ്രയോഗങ്ങളുടെ സവിശേഷതകൾ ഈ എഴുത്തുകളിൽ കാണാം. വാർന്ന് സ്വാതന്ത്ര്യം എന്ന് സൂക്ഷിച്ച് ഇങ്ങനെ കുറേ തരത്തിലുള്ള കവിതകളെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ കവിതകളുടെ ഒരു പൊതു സവിശേഷത പറയുമ്പം സ്ത്രീപക്ഷ കവിതകൾ എന്ന നിലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ധാരാളം പ്രതിസന്ധികൾ ഈ കവിതയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ 2 കവിതകൾ പ്രധാനമായിട്ടും ഒന്ന് ശലഭമൊഴി എന്ന ഒരു കവിതയാണ്. അപ്പോൾ അതിൽ ശലഭമൊഴിയിൽ ഈ പുതിയ കുട്ടികളോട്, പെൺകുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ആകാശത്തെയും പച്ചിലകളെയും തൊട്ടു തഴുകി ഉള്ളിൽ ചിരി പടർത്തുന്ന പോലെ കിനാവിലൊരു വീടൊരുക്കണം. സങ്കടച്ചാലുകളെ ഉള്ളിലൊതുക്കി ഒറ്റമുറിയിൽ കടലാഴത്തോടെ മാർന്ന് ഈ ലോകത്തെ മുഴുവൻ പുറത്തിട്ടടച്ച് ഉള്ളിൽ ലയിക്കാൻ കവി ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉള്ളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് മനസ്സിൻ്റെ അഗാധതയിലേക്ക് താണുപോയി കടലാഴത്തിലേക്ക് മുങ്ങിത്താണാണ് ഇതിൽ നിന്ന് ചില മുത്തുകൾ, വാക്കിൻ്റെ മുത്തുകൾ പൊറുക്കിയെടുക്കുന്നത്. ആന്തരിക സൗന്ദര്യം ഉള്ളിൽ പേറുമ്പോഴും കണ്ടിട്ടും കൊതി തീരാത്ത ആകാശത്തിലെ വെള്ളിമേഘക്കീറിനൊപ്പം സ്വപ്നത്തെയും കൊളുത്തിയെടുക്കണം. പിന്നെ ഒറ്റയ്ക്ക് പുറത്ത് കിടക്കണം. ഇതാണ് ടീച്ചർ ഇപ്പോൾ ജീവിതത്തിൽ പൊരുതിക്കൊണ്ടിരിക്കുക. ഒറ്റയ്ക്ക് എങ്ങനെയാണ് എനിക്ക് ഇപ്പോൾ കവിയും എഴുത്തും കവിയുടെ മനസ്സും എഴുത്തും ഇതിൽ പല തലങ്ങളിൽ ഇഴചേർന്ന് വരുന്നുണ്ട് എന്നർത്ഥം. എന്നിട്ട് പുതിയ കുട്ടികളോട് പറയുന്നുണ്ട്, ആ ഊക്കിൽ എല്ലാ പ്യൂപ്പകളും പൊട്ടിച്ചിതറും, വർണ്ണച്ചിറകിൽ ലോകം മുഴുവൻ പറന്ന് നടക്കണം. ഇപ്പോൾ ടീച്ചറുടെ ജീവിതം ഞാൻ അങ്ങനെയാണ് കാണുന്നത്. വർണ്ണച്ചിറകിൽ പറന്ന് നടക്കുന്ന ഒരു ടീച്ചറെയാണ് ഞാൻ അതിൽ വായിക്കുന്നത്. പുതിയ കുട്ടികളോടും പറയുന്ന, പുതിയ എഴുത്തിൻ്റെ ഭാഷയിൽ പറയുന്നത്, നിങ്ങൾ അങ്ങനെയാണ് പെൺകുട്ടികളെ, നിങ്ങൾ വർണ്ണച്ചിറകിൽ പറന്ന് നടക്കണം അതിരില്ലാത്ത ആകാശത്ത് എന്ന് വളരെ വേറിട്ട ഭാഷയിൽ പറയാണ്. എൻ്റെ പെൺകുഞ്ഞുങ്ങളെ, നിങ്ങളോട് ഞാൻ ഇതല്ലാതെ എന്തു പറയാൻ എന്ന് പറഞ്ഞാണ് ആ കവിത അവസാനിപ്പിക്കുന്നത്. നർത്തകികൾ എന്ന ഒരു കവിത, ഇത് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തും. നർത്തകികൾ എന്ന കവിതയിൽ താടക, അഹല്യ തുടങ്ങിയ ഒരുപാട് പെൺവേഷങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പലതര വേഷങ്ങൾ കെട്ടിയാടുന്നുണ്ട്. നാടകത്തിലായാലും ടീച്ചർ ഒരു നാടക നടി കൂടിയാണ്, സിനിമയിൽ ചെറിയ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ട്. അപ്പോൾ ഒരുപാട് വേഷങ്ങൾ കെട്ടിയാടുന്ന സമയത്ത് ആ വേഷം നമ്മുടെ കൂടെ സഞ്ചരിക്കും. അപ്പോൾ എത്ര ഒഴിയാബാധ പോലെ മാറ്റിവെച്ചാലും വേഷം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ അതായി മാറുന്നതും പോലെ നമുക്ക് തോന്നും. എല്ലാ വേഷങ്ങളും അഴിച്ചു വെക്കുമ്പോഴും അഴിഞ്ഞിട്ടില്ല ഇതേവരെ അവരാടി വേഷം മനസ്സിൽ. അപ്പം എല്ലാ വേഷം അഴിച്ചു വെച്ചാലും പിന്നെയും പുതിയ വേഷങ്ങൾ കിട്ടുന്ന പുതിയ കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ആ കവിതകൾ നമ്മളോട് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു കവിതകളുടെ ഒരു സമാഹാരം 40 കവിതകളാണുള്ളത്. അപ്പോൾ ഈ ഒരു അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ആമുഖമായി ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. Father Roger Varapalli, a Capuchin priest known for his dynamic presence in both spiritual and creative spheres, has made significant contribution to pastoral community and media, music and arts. അച്ഛൻ്റെ പ്രത്യേക പരിപാടികൾ, അതായത് അച്ഛൻ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, he was the vice president of Rome, the Word of Mislers. From 2017 to 2022, he is an editor of Slate magazine. He is a member of CARP, and his famous publication and media contributions involves Deva Chaya, a collection of poems, and he has also done 15 albums in Malayalam, Hindi, and English. Newsletter editor of Santham Waves, music director at Shalom Channel, and his recognitions and records goes like this. He is a Guinness World Record holder for musical whistling. He has also got Indian Book of Records, Best of India Records, Limca Book of Records, Asia Book of Records, Kerala Book of Records. That's for the 800 pictures that you have seen right here in this room.
and that is done using waste paper and ordinary writing pen. His media appearances involves Kairali TV, Flower TV, Shalom TV, Goodness TV and Boom Channel. He has also done 15 art exhibitions including 2 international showcases. So അച്ഛൻ്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാനായിട്ട് ഫാദർ ജെയ്സൺ കാളൻ കപ്പൂച്ചിൻ ആലുവ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛനാണ്. അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി അൻവിത അനിൽ, ആൻഡ് ഐ ഹാവ് സംതിങ് ടു ടെൽ അബൌട്ട് ഹർ. Anvita Anil is a 15-year-old student from Kendriya Vidyalaya, Bangalore, whose love for storytelling and poetry has already begun making waves. In 2023, Anvita became a published author with her debut novel titled The One Who Wasn't Ordinary, a fitting name for someone whose words carry extraordinary depth. She finds comfort and creativity in writing poems that speak of everyday emotion and honesty. Today, I request her to receive the book from our father, Jason. സ്നേഹബഹുമാനപ്പെട്ട RV കപ്പൂച്ചനച്ച, റീബ ടീച്ചർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട അതിഥികളെ, 2 കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഈ പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ച്. ഒന്ന്, ഈ കലാഗ്രഹത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇവിടെ വരുമ്പോൾ നമുക്കൊരു പ്രതീതിയുണ്ട്, നാം ശ്വസിക്കുന്നത് പോലും കലയാണെന്നുള്ള ഒരനുഭവം. അത്രയേറെ വ്യത്യസ്തവും മനോഹരവുമായ ചിത്രങ്ങളാൽ ഈ ഗൃഹം അലങ്കരിക്കപ്പെട്ടിരിക്കുക. സത്യത്തിൽ ഞാൻ ആദ്യം ഈ ചിത്രങ്ങൾ കണ്ടപ്പോൾ, തുറന്നു പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ആധുനിക കല പ്രത്യേകിച്ച് ഒന്നും നമുക്ക് മനസ്സിലാക്കാനില്ല. അത് ആദ്യത്തെ മിനിറ്റിലെ എൻ്റെ ചിന്താഗതിയായിരുന്നെങ്കിൽ പിന്നെ നിമിഷങ്ങൾ ചെലവഴിക്കും തോറും ഇവിടെ ഏകദേശം 800 ചില്ലാനം 1000-ന് താഴെ ചിത്രങ്ങളുണ്ട്. ഈ 1000 ചിത്രങ്ങൾ 10,000 കാര്യങ്ങൾ നമ്മോട് സംവദിക്കും.
അച്ഛൻ്റെ പുസ്തകത്തിന് ഒരു അടിക്കുറിപ്പിട്ടിട്ടുണ്ട്, ധ്യാനചിന്തകൾ. അതുപോലെ തന്നെയാണ് ഈ ചിത്രരചനയും. ധ്യാനപൂർവ്വം കാണേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു ചിത്രത്തിൽ തന്നെ ഏറെ ആശയങ്ങൾ നമ്മോട് സംവദിക്കപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് കല ശ്വസിക്കുന്ന ഒരു ഗൃഹമാണ്, കലാഗൃഹം. അച്ഛനെക്കുറിച്ച് ഇവിടെ പല റെക്കോർഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനൊരു ചെറിയൊരു സെൻറ്റൻസിൽ അച്ഛൻ്റെ പ്രതിഭയെ ലളിതമായിട്ട് പറയാമെന്ന് വിചാരിക്കുക. ഇത്രയേ ഉള്ളൂ. വിസിലടിക്കുന്നതിന് പോലും റെക്കോർഡ് വാങ്ങിച്ചിട്ടുള്ളതാണ് RV കപ്പൂച്ചനച്ഛൻ. നമ്മൾ വെറുതെ വിസിലടിച്ച് നടക്കുകയല്ലേ, പുള്ളി വിസിലടിച്ച് റെക്കോർഡ് വാങ്ങിച്ചു. അങ്ങനെ ഓരോരോ കാര്യത്തിലും ഒരു സർവകല പ്രതിഭ. ഞാൻ അച്ഛനെ പരിചയപ്പെടുന്നത് ആന്ധ്രയിൽ, ഞാൻ തിയോളജിക്കും അച്ഛൻ ഫിലോസഫിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അന്നെനിക്ക് പേര് വളരെ രസകരമായിട്ട് തോന്നി, RV കപ്പൂച്ചിൻ. ഇത് അതിൽ തന്നെ ഒരു ചോദ്യമല്ലേ, ഇതെങ്ങനെ ഒരു പേരാകാൻ സാധിക്കുന്നത്? അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഇദ്ദേഹത്തിന് അറിയില്ലേ കപ്പൂച്ചിനാണോ എന്ന്? നേരത്തെ ഈ ചിത്രരചനയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാ പുസ്തകവും അത് കണക്ക്. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ വിവരിച്ച് പറയുന്നത്. പക്ഷെ രണ്ടാമതൊരു ചിന്തയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അതൊരു ആത്മപരിശോധനയ്ക്കുള്ള ചോദ്യമാണ്. ഇത് ആത്മവിമർശനാണ്. ഒരു കൂട്ടായ ആത്മവിമർശനത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു പേരാണ് അച്ഛൻ്റെ തൂലികാനാമം തന്നെ. ശരിക്കും നമ്മൾ കാപ്പൂച്ചിൻസ് ആണോ? ഇങ്ങനെ അങ്ങ് പോയാൽ മതിയോ എന്നൊരു ധ്വനി അതിനകത്തുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഈ അവസരത്തിൽ ഞാൻ മരിച്ചുപോയ അവരുടെ മാതാപിതാക്കളെ, റീബ ടീച്ചറുടെയും അതുപോലെ കപ്പൂച്ചനച്ഛൻ RV കപ്പൂച്ചൻ്റെയും വേറെ 2 സഹോദരങ്ങൾ അവർക്കുണ്ട്, മാതാപിതാക്കളെ ജേക്കബ് മാഷയും സെലിൻ ടീച്ചറെയും സമയം പ്രാർത്ഥനാപൂർവ്വം ഓർക്കുകയാണ്. അവരും കൂടി ചേരുമ്പോഴാണ് സത്യത്തിൽ ഇത് കലാഗ്രഹമാകുന്നത്. അവർ വലിയ ശിഷ്യസമ്പത്തുള്ള, ശിഷ്യരാൽ സ്നേഹിക്കപ്പെട്ട കലാകാരായ മാതാപിതാക്കളായിരുന്നു. ആ ഗുണങ്ങളൊക്കെ മക്കളിലേക്കും അവർ പകർന്നു കൊടുത്തിട്ടുണ്ട്. റീബ ടീച്ചർ ഞാൻ അധികം പരിചയപ്പെട്ടിട്ടില്ല, പക്ഷെ അച്ഛൻ പറഞ്ഞു, എനിക്ക് അറിയാം, അധ്യാപിക, എഴുത്തുകാരി എന്ന നിലയ്ക്ക്. അതുപോലെ തന്നെ മറ്റ് ഒരു സഹോദരി കൂടി ഉണ്ട്. അവരും സംഗീതത്തിലും ചിത്രരചനയിലും സാഹിത്യത്തിലുമൊക്കെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഇവരെല്ലാവരും ചേർന്ന്, ഇവിടെ ഉണ്ടായിരുന്നവരും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നവരും സത്യത്തിൽ ഇതിനെ കലയുടെ ഒരു വീടാക്കി മാറ്റിയിരിക്കുന്നു. ഇങ്ങനെ ഒരു ഗൃഹത്തിൽ, കലാഗൃഹത്തിലായിരിക്കാൻ കഴിയുക എന്ന് തന്നെ ഞാനൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. RV കപ്പച്ചനും റീബ ടീച്ചർക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ സമയം നേരുകയാണ്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് പുസ്തകത്തെക്കുറിച്ചാണ്. പുസ്തകം ഞാൻ അതറിയിക്കുന്ന നീതി പുലർത്തിയിട്ടില്ല. കാരണം ധ്യാനപൂർവ്വം ഒന്നുകൂടെ വായിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് കൊണ്ടു നടക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ട്. പ്രിയമുള്ളവരെ, ഈ പുസ്തകത്തിലൂടെ ആദ്യത്തെ വരികളിലൂടെ ഞാൻ കടന്നുപോയി. ചുരുങ്ങിയത് ഒരു വിഭാഗം ചിന്തകൾ അത് ഓർമ്മപ്പെടുത്തിയത് കുഞ്ഞണ്ണി മാഷിന്റെ കവിതകളാണ്. അച്ഛൻ പറയുന്നുണ്ട് അതിനകത്ത്, ചരിക്കണം ചിരിച്ചു നീ, ധരയിലുള്ള കാലം രചിച്ചവൻ തൻ ഉടലിലുള്ള പ്രത്യാശയിൽ. ഒരു തെയിസ്റ്റിക് എക്സിസ്റ്റൻഷ്യലിസം, അസ്തിത്വവാദം വളരെ ലളിതമായി അച്ഛൻ ഈരടികളിലൂടെ അവതരിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ കുഞ്ഞുണ്ണി മാഷായിട്ടൊരു താരതമ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ലളിതമാണ് ചിന്തകൾ, പക്ഷേ അതിനകത്ത് ഗഹനമെന്ന് തോന്നിപ്പിക്കുന്ന ആശയങ്ങളുണ്ട്. പെട്ടെന്ന് നമുക്ക് വേഗത്തിൽ വായിച്ചെടുക്കാം. ഒരു ഇൻസ്റ്റൻറ്റ് കോഫി കുടിക്കുന്ന ഒരു ആസ്വാദനം ഈ വരികളിലൂടെ ചിലപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു എഴുത്തായിട്ടാണ് ഞാൻ അതിനെ കാണുക. അതായത് നമ്മുടെ കാലഘട്ടമൊക്കെ വേഗത കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സംസ്കാരത്തിലൂടെ കടന്നു. വേഗത, എല്ലാം ഇൻസ്റ്റൻ്റ് ആകണം, എല്ലാം ഷോർട്ട് ആകണം.
റീൽസ്, ഷോർട്ട് വീഡിയോസ്, ഇൻസ്റ്റൻറ്റ് കോഫി, അങ്ങനെ ഇൻസ്റ്റൻറ്റ് ഫുഡ്, ഇതൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആർക്കും സമയമൊന്നുമില്ല. ഈ സമയമില്ലാത്തവർക്ക് വേണ്ടി നുറുങ്ങുവട്ടങ്ങളായിട്ട് അച്ഛൻ തൻ്റെ ചിന്തകളെ അതിലൂടെ അവതരിപ്പിച്ചിരിക്കുക. പക്ഷേ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു ആവർത്തനമൊന്നും അതിനകത്തില്ല. കാരണം പിന്നെയും വേറെ വേറെ നൂതനമായ ശൈലികളിലൂടെ അച്ഛൻ തൻ്റെ ചിന്തകൾ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ തനതായ ഒരു ആഖ്യാന ശൈലി, ഒരു ആവിഷ്കാര രീതി ഈ പുസ്തകത്തിൽ കണ്ടെത്താനാകും. നേരത്തെ സൂചിപ്പിച്ച RV കപ്പൂച്ചിൻ എന്നതുപോലെ തന്നെയാണ് പുസ്തകത്തിൻ്റെ ടൈറ്റിലും, നുണയൻ്റെ വാക്ക്. പ്രത്യക്ഷത്തിൽ നമുക്ക് അല്പം നെഗറ്റീവ് ടോണുണ്ട്, നുണയൻ്റെ വാക്കാണ്. പക്ഷെ അത് ക്ഷണിക്കുന്നത് അതിലൂടെ ഒരു വിരോധാഭാസത്തിലൂടെ അല്ലെങ്കിൽ അല്പം വിമർശനാത്മകമായി ഒരു വീണ്ടുവിചാരത്തിന് ക്ഷണിക്കുകയാണ്. നുണയൻ്റെ വാക്ക് കാലഘട്ടത്തിനനുസരിച്ച്, നമ്മുടെ ഈ വേഗത നിറഞ്ഞ കാലഘട്ടത്തിനനുസൃതമായി ഒരു എഴുത്തുകാരൻ നമുക്കിടയിൽ പിറവി കൊണ്ടു. ഇപ്പോഴാണെന്ന് ഞാൻ കരുതുന്നില്ല, പക്ഷെ ഇപ്പോൾ അത് ഈ പുസ്തകത്തിലൂടെ കുറേ കൂടെ വെളിച്ചം കണ്ടു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. അച്ഛൻ്റെ എഴുത്തുകൾക്കും ഈ കലാഗ്രഹത്തിനും ചിത്രരചനകൾക്കൊക്കെ ഒരു കപ്പൂച്ചിൻ ടച്ചുണ്ട്. അത് ഒരു പക്ഷേ ആ ക്രെഡിറ്റ് ഞങ്ങൾ എടുക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ആങ്കർ പറഞ്ഞത് ഇതെല്ലാം വേസ്റ്റ് പേപ്പറിൽ സാധാരണ പേനയെടുത്ത് വരച്ചുണ്ടാക്കിയിരിക്കുന്ന, അതുപോലെ വലിയ സംഗീതം അല്ലെങ്കിൽ വീണമീട്ടി സംഗീതം തീർക്കാൻ അച്ഛന് കഴിയും, വിസിലടിച്ചും സംഗീതം തീർക്കാൻ അച്ഛന് കഴിയും. ഈരടികളിലൂടെ ഗഹനമായ ആശയങ്ങൾ അച്ഛന് പങ്കുവയ്ക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു കപ്പൂച്ചിൻ ടച്ച് അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉണ്ട് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അതിവിടെ പറയുന്നതിൽ എല്ലാവരുടെയും പേരിൽ ഈ സമയം RV കപ്പൂച്ചിന് മാത്രമല്ല റീബ ടീച്ചറിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഉപസംഹരിക്കുന്നു. Respected dignities on the dais and respected audience, I am so happy to be here today and I would like to thank Reba teacher ma'am for this opportunity. ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. എന്നിട്ട് അവിടെ ഇങ്ങനെ ലിറ്ററേച്ചറും ആർട്സ് സംബന്ധിച്ചിട്ട് പ്രോഗ്രാംസ് കുറവാണ്. അപ്പോൾ നാട്ടിൽ വരുമ്പോഴാണ് ലൈബ്രറിയിലൊക്കെ, കേരളവർമ്മ ലൈബ്രറിയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ലിറ്ററേച്ചർ ക്യാമ്പ് കമാലിലും പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയ കുറേ മാഷന്മാരും ഇവിടെ പ്രസൻറ്റാണ്. എന്നിട്ട് വൺസ് അഗെയിൻ താങ്ക് യു. മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ, റീബ ടീച്ചറുടെ ഒരു പുസ്തകമാണ് മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ. ഇന്ന് ആ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. പുസ്തക പ്രകാശനം ചെയ്യാനായിട്ട് ഡോക്ടർ C. രാവുണ്ണി അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. അതുപോലെ പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ സാറിനെയാണ് ഞാൻ വിളിക്കുന്നത്. അതിനു മുമ്പ് റീബ ടീച്ചറെക്കുറിച്ച് 2 വാക്ക്. റീബ പോൾ, എ ലൈഫ് woven with poetry and performance. She is a daughter of educator couple Jacob Varapalli and renowned poet Celine J. Chirangallur. Following in their footsteps, she has carved her own unique path as a teacher, poet, and a performer. Reba Paul embodies and confronts a creativity in intellectual and vibrant professional and artistic journey. മേമാന്നാണ് എൻ്റെ വായിൽ വരുന്നത്, ബിക്കോസ് ഐ കോൾ ഹർ ദാറ്റ്. മമ്മിയുടെ അനീത്തിയാണ്. അപ്പം മേമയുടെ 3 ബുക്കുകൾ ഇതൊക്കെയാണ്. അറിയുന്നില്ല ആരും സീതയെ, കവിത കൊണ്ട് ഒരു സീത്ത്, ഇരുട്ടിൽ തെളിഞ്ഞ പച്ചകൾ. ഈ 3 ബുക്ക് മൂപ്പരാളെ എഴുതിയ പുസ്തകങ്ങളാണ്. അതിനുശേഷം മേമയ്ക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ: അങ്കണം കൊച്ചുബാവ പുരസ്കാരം, മേരി വിജയം അവാർഡ്, യൂസഫ് അലി കേച്ചേരി പ്രതിഭ പുരസ്കാരം, സർഗഭൂമി പുരസ്കാരം. അതിനോടൊപ്പം തൃശ്ശൂർ രംഗചേതനയിലെ 16ാം ബാച്ച് നാടക വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം. അഭിനയിച്ച നാടകങ്ങൾ: മുടി, പെണ്ണഴക്, ലാസ്റ്റ് ബ്രെത്ത്, ബോംബെ, ജോസഫ് സ്റ്റാലിൻ. അതിനോടൊപ്പം അഭിനയിച്ച ടെലിഫിലിമുകൾ: രണ്ടിലക്കൊമ്പ്, ഭ്രമം,
ദ ആൻഡ് ദാറ്റ് ലാസറേറ്റിന് പറയാനുണ്ട് ആൻഡ് ഡോക്യുഫിക്ഷൻ കറുപ്പഴകി. അതിനൊപ്പം സ്ലേറ്റ് മാഗസിൻ എഡിറ്ററാണ്. ഹലോ റേഡിയോ 90.8 FM കഥ കേട്ടുറങ്ങാം എന്ന പരിപാടിയുടെ അവതാരിക കൂടിയായിരുന്നു. പുരോഗമന കലാസാഹിത്യ സംസ്ഥാന കൗൺസിൽ അംഗം, വനിതാ സാഹിതി സംസ്ഥാന കമ്മിറ്റി അംഗം, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ വിദ്യാരംഗം ഈസ്റ്റ് സബ് ജില്ലാ കൺവീനർ എന്നിങ്ങനെ ഇറ്റ് ഗോസ് ഓൺ. അടുത്തതായി രാവുണിയേട്ടനെ കുറിച്ച് 2 വാക്ക്. രാവുണിയേട്ടൻ എന്ന് ഞാൻ വിളിക്കാൻ തുടങ്ങിയത് മേമ വിളിക്കണ കേട്ടിട്ടാട്ടോ. പൂക്കാസ സംസ്ഥാന സെക്രട്ടറിയാണ്, കാവ്യശിക ചെയർമാൻ, സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് മെമ്പർ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം. റീബ പോളിൻ്റെ മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ എന്ന മനോഹരമായ കവിതാ സമാഹാരം ഞങ്ങളുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും ഗുരുവായൂർ ശ്രീകൃഷ്ണക്കോയിലെ അധ്യാപകനുമായ പ്രശസ്ത കവി ഡോക്ടർ ബിജു ബാലകൃഷ്ണന് നൽകിക്കൊണ്ട് മുഴുവൻ മലയാളികൾക്കുമായി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഇവിടെ വരാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുള്ളൊരു സംഗതിയാണ്. ഞാൻ നേരത്തെ വിചാരിച്ചു പുസ്തകപ്രകാശനൊക്കെ തൃശ്ശൂർ ടൗണിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വന്നു പോകാൻ സൗകര്യമായിരുന്നു. ഇത് എവിടെയാണ് ഈ സ്ഥലം? ചെറുനെല്ലൂർ എന്ന് പറയുന്നത് ഏത് സ്ഥലത്തൊക്കെയാണാവോ? ശരിയായിക്കോളും എന്നൊക്കെയുള്ള വേവലാതിയാണ്. കുറച്ച് വിഷമിച്ച് തന്നെയാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. ഈ കലാഗ്രഹം എവിടെയാണെന്നൊക്കെ ചോദിച്ചു വഴിയില്ലേ, അവിടെ ആർക്കും അറിയില്ല. നമ്മൾ ചോദിച്ചവർക്ക് നിശ്ചയമൊന്നുമില്ല. അപ്പം എന്നെ വന്ന് കണ്ടു വളരെ. അപ്പം ഇത് കണ്ടപ്പോഴാണ് ഇവിടെ വെച്ച് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കേണ്ടത് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അത് തീർച്ചയായിട്ടും അത്തരമൊരു തീരുമാനമെടുത്ത് 2 പേരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടെ അവരുടെ പപ്പയുണ്ട്, മമ്മിയുണ്ട്, ഇദ്ദേഹത്തിന് ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങൾ ചിലത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, മറ്റത് ഇപ്പുറത്തുള്ള നമുക്ക് മൊത്തത്തിലൊന്ന് എന്തൊക്കെ ഉണ്ടെന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നോക്കിയപ്പോൾ ഒന്നാന്തരം ചിത്രങ്ങളാണ്. ചിത്രത്തിൻ്റെ ഭാഷയെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ പറയണ്ടായി, മോഡേൺ ആർട്ടാണ്. ഇത് മോഡേൺ അല്ലാതായിട്ട് പതിറ്റാണ്ടുകൾ എത്രയോ കഴിഞ്ഞു. പഴയ റിയലിസ്റ്റിക് ചിത്രങ്ങളിൽ നിന്ന് ചിത്രകലയുടെ ഭാഷ മാറി. നമ്മൾ പഴയ ചിത്രങ്ങളിൽ, രൂപചിത്രങ്ങളിൽ ആ കാണുന്നത് തന്നെയാണ് അല്ലേ? ശകുന്തള പിന്നോക്കം തിരിഞ്ഞ് ദർഭപ്പുല്ല് പറിച്ചെടുക്കുന്നു, ഇങ്ങനെയുള്ള ആ കാഴ്ച കൃത്യമാണ്. അതിൽ കൂടുതലൊന്നും കാണാനില്ല. ഇത്തരം ചിത്രങ്ങളാവട്ടെ ഒരുപാട് നമുക്ക് കണ്ടെടുക്കാനുണ്ട്. വരച്ചാൾ എന്ത് വരച്ചു എന്നുള്ളതിന് ഇവിടെ ഒരു പ്രസക്തിയും ഇല്ല. നമ്മളെന്ത് കാണുന്നു എന്നുള്ളതാണ്. നമ്മളെന്ത് കാണുന്നു എന്നുള്ളത് നാം അനുഭവിക്കുന്നത് നാം ജീവിതത്തിൽ എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ട് എന്ന് നോക്കിയിട്ടാണ്. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നാം അനുഭവിച്ച ജീവിതം മുഴുവനും ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും വായിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് സഞ്ചരിക്കാൻ ഈ ചിത്രങ്ങൾ സഹായിക്കുന്നു എന്നുള്ളതാണ്
ഇത്തരം ചിത്രങ്ങളുടെ പ്രാഥമികമായൊരു ഗുണം കവിതയ്ക്കും ഇങ്ങനെ തന്നെയാണ്. കവിത 2 പേർ വായിക്കുന്നത് 2 വിധത്തിലാണ്. അത് 100 പേരാകുമ്പോൾ 100 വിധത്തിലാണ്. വായിക്കുന്ന ഒരാൾ 5 കൊല്ലം കഴിഞ്ഞ് വായിക്കുമ്പോൾ വേറൊന്നാണ്. കാരണം ജീവിതത്തിൻ്റെ പെരുക്കമാണ് ഈ കവിത എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിൽ നമ്മളെ സഹായിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത്. റീബ പോള് വളരെ വ്യത്യസ്തമായി ജീവിക്കുന്ന ഒരാളാണ്. ആ പുസ്തകത്തിന് ഞാനും ഒരു ചെറിയ കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം അച്ചടിച്ച് ഇന്ന് പ്രസിദ്ധപ്പെടുത്താൻ, ഇന്ന് ഇത്രത്തോളം ആ പുസ്തകം വൈകാൻ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. ബാക്കിയെല്ലാം തയ്യാറായി, ആമുഖം തയ്യാറായി, അവതാരിക തയ്യാറായി. ഇതെല്ലാം കഴിഞ്ഞ് രാവണേട്ടൻ്റെ ഒരു കുറിപ്പും കൂടി വേണം, ഒരു കയ്യൊപ്പ് വേണം എന്നാണ് പറഞ്ഞത്. ഈ കയ്യൊപ്പിടാനാണ് ഏറ്റവും പ്രയാസം. ഞാനാണെങ്കിൽ പല കാര്യങ്ങളും ഇങ്ങനെ നെട്ടോട്ടം ഓടുകയാണ്. അങ്ങനെ ഇത് 15-ാം തീയതി പുസ്തകം ഇറങ്ങില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമായിരുന്നു. എന്തായാലും 9-ാം തീയതി ഞാനിത് എന്തൊക്കെയോ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ പ്രസംഗം ആ പുസ്തകത്തിൽ കാണുന്ന കുറിപ്പ് നിങ്ങൾ വായിച്ചു നോക്കി അത് എൻ്റെ പ്രസംഗമായി കണക്കാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രമോദ് കെ നാരാത്ത്, നമ്മുടെ അധ്യക്ഷൻ, സാമാന്യ ഹ്രസ്വമായി ഈ കവിതയെ നന്നായി പരാമർശിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വീണ്ടും വീണ്ടും ഞാൻ കൂടി വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. റീബയുടെ ഒട്ടേറെ സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്, പല മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തന മണ്ഡലങ്ങളിലുള്ള സുഹൃത്തുക്കൾ മുഴുവൻ വന്നിട്ടുണ്ട്. അക്ഷരായണത്തിൻ്റെ ടീച്ചർമാരുണ്ട്, കാവ്യശിഖയുടെ ആൾക്കാരുണ്ട്, വനിതാ സാഹിത്യക്കാരുണ്ട്. അങ്ങനെ റീബ സഞ്ചരിച്ച വഴിയിലെല്ലാം കൂടെ കൂട്ടിയ ആൾക്കാർ മുഴുവനും പങ്കെടുത്തുകൊണ്ടാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. അവരുടെ ഉള്ളിലെല്ലാം ഒരു റീബയുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പം ഇങ്ങനെ പല മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന പലതരത്തിലുള്ള അറിവുകളും ആകാംക്ഷകളും താല്പര്യങ്ങളും ഉള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് അവരുടെ കവിതകൾക്കും ആ സവിശേഷത ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും കവിത നിങ്ങൾ നന്നായി വായിച്ച് നോക്കി ഈ കവിയെ ഉൾക്കൊള്ളുക, കവിതയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാനാണെങ്കിൽ ഇന്ന് വേറൊരു പുലിവാൽപുരിപ്പെട്ടായിരിക്കുന്നത്. ഈ ഒരു പരിപാടിക്ക് എന്നെ വിളിക്കുന്ന കാര്യം എനിക്ക് അറിയുമായിരുന്നില്ല. ഇന്ന് 2 മണിക്ക് തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൽ പ്രകാശനം ചെയ്യുന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങ്, നമ്മുടെ മുൻ ജില്ലാ ജഡ്ജിയും പ്രഥമ വിവരാവകാശ കമ്മീഷണറുമായ PN വിജയകുമാറിൻ്റെ കവിതാ പുസ്തകത്തിന് പ്രകാശന ചടങ്ങ്. അപ്പോൾ 2 മണിക്കുള്ള മീറ്റിങ്ങിന് പോകണോ 3 മണിക്കുള്ള മീറ്റിങ്ങിന് പോകണോ എന്ന് ആലോചിച്ചപ്പോൾ ഒരുപാട് ആലോചിച്ച് ഞാൻ തീരുമാനിച്ചത് 3 മണിക്കുള്ള മീറ്റിംഗ് ആവും കൃത്യസമയത്ത് ആരംഭിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ മീറ്റിംഗ് ആരംഭിക്കുക 3:45. അപ്പം ഇവിടെ ഇരിക്കുമ്പോഴും അവിടെ എന്താ നടക്കണമെന്നുള്ളൊരു വേവലാതിയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കുണ്ടായ ഒരു ഗുണം എന്താ വെച്ചാൽ എൻ്റെ ഒരു ദീർഘമായ പ്രസംഗം സഹിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ആവട്ടെ, ഈ കവിക്ക്, മികച്ച സംഘാടകർക്ക് അവരുടെ കാവ്യ ജീവിതത്തിൽ, സാംസ്കാരിക പ്രവർത്തന മണ്ഡലത്തിൽ വളരെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാവാൻ സഹായിക്കട്ടെ. തീർച്ചയായും അനിയൻ്റെയും ചേച്ചിയുടെയും പുസ്തകം ഒന്നിച്ച് അത് പിതാവിൻ്റെ ഓർമ്മ ദിനത്തിൽ പ്രകാശനം ചെയ്യപ്പെടുക എന്നുള്ളത് അവിസ്മരണീയമായൊരു സംഗതിയാണ്. അത്യപൂർവമായിട്ടാണ് അത്ര ഒരു കാര്യം നടക്കുന്നത്. എനിക്ക് ജേക്കബ് മാഷെ പരിചയമുണ്ട്. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് നമ്മുടെ ഒരു കവിതാ സൗഹൃദത്തിൽ പങ്കെടുക്കാൻ വേണ്ടി റീബ വന്നപ്പോൾ കൂടെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഒന്നിലേറെ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു ഓർമ്മ കൂടി എനിക്ക് ഉണ്ടായി. റീബയ്ക്കും സഹോദരനും നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേരുന്നു. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പുസ്തകം പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. മാതാവിൻ്റെയും പിതാവിൻ്റെയും ജന്മദിനം അത് 15/5 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചപ്പോൾ തന്നെ ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്ന ദിവസത്തിന് പ്രത്യേക ചന്തമുള്ളതായി എനിക്കും തോന്നി. ഇവിടെ RV കപ്പൂച്ചൻ അച്ഛൻ്റെയും റീബ ടീച്ചറിൻ്റെയും പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്ന സന്ദർഭത്തിൽ റീബ ടീച്ചറിൻ്റെ മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ എന്ന പുസ്തകം എനിക്കേറെ ബഹുമാന്യനും പ്രിയങ്കരനുമായ രാവുണ്ണി മാഷിൽ നിന്ന്
ഏറ്റുവാങ്ങാൻ കിട്ടിയ സന്ദർഭം വളരെ വിലയേറിയതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഞാനും മനസ്സിലാക്കുന്നു. ഈ പുസ്തകത്തിൽ കെ വി രാമകൃഷ്ണൻ മാഷിൻ്റെയും രാവുണ്ണി മാഷിൻ്റെയും കുറിപ്പുകളുണ്ട്. അത് വായിച്ചു പോകുമ്പോൾ തന്നെ കവിതയുടെ അകം നമുക്ക് കാണാൻ കഴിയും. ഈ കവിതകളിലൂടെ പോകുമ്പോൾ പുതിയ കാലത്ത് നമുക്ക് അന്വേഷിച്ചു പോകേണ്ടുന്ന ഒത്തിരി ഇടങ്ങൾ ഈ കവിത തുറന്നിടുന്നുണ്ട്. പ്രത്യേകിച്ച് വാക്കു പൊട്ടിച്ചാണ് അപ്പമുണ്ടാക്കിയത്, കണ്ണീരുകൊണ്ട് ഉപ്പും. വാക്ക് പൊട്ടിച്ചാണ് അപ്പം ഉണ്ടാക്കിയത്, കണ്ണീരുകൊണ്ട് ഉപ്പും എന്ന് എഴുതിയിട്ടിരിക്കുന്ന ഈ 2 വരിയിൽ സർഗാത്മകത, എങ്ങനെയാണൊരു ക്രിയേഷൻ, പ്രത്യേകിച്ച് ഒരെഴുത്ത് എങ്ങനെ ഉണ്ടാകണം എന്നത് ഈ എഴുത്തുകാരി സൂക്ഷ്മമായി തന്നെ വാക്കിൽ ഒതുക്കിയിട്ടുണ്ട്. അമ്മ പറഞ്ഞു, നീ ആരുടെ മുൻപിലും ചുളിഞ്ഞുകുത്തി നിൽക്കരുതെന്ന്. നിൽപ്പ് എന്ന കവിത ഒരു പെൺപക്ഷ രചനയായിട്ടൊക്കെ ജീവിതാനുഭവങ്ങളെ ഒക്കെ ചേർത്ത് എഴുതാൻ കഴിയുന്നത് കവിത തന്നെ അതിജീവനത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തുറ്റ അക്ഷരപാഠമായി നിവരുന്നത് നമുക്ക് ഈ പുസ്തകത്തിൽ പലയിടങ്ങളിലും കാണാൻ കഴിയും. ഞാൻ ഇപ്പോൾ നമ്മുടെ പ്രമോദ് മാഷ് സൂക്ഷ്മമായി സൂചിപ്പിച്ച് പോയതാണ് ഈ കവിതകളെക്കുറിച്ചൊക്കെ. ജലം കൊണ്ട് മുറിഞ്ഞവർ എന്ന ആ കവിതയൊക്കെ കണ്ണീരിനൊപ്പം കരഞ്ഞു, മുറിവിനൊപ്പം മുറിഞ്ഞു, ജലാന്ധതയും മതാന്ധതയും മുറിച്ച് മനുഷ്യരായി. ഈ കവിതയൊക്കെ മാനവപക്ഷത്തേക്ക് നമ്മെ പെട്ടെന്ന് ഉയർത്തി കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ കവിതകൾ, കവിത വന്നതറിയാതെ, അതൊക്കെ ഓരോ എഴുത്തുകാരും ജീവിതത്തിൽ അനുഭവിക്കുന്നതൊക്കെയാണ്. രാത്രി ഒരുപാട് ഇരുട്ടിയിട്ടും കവിത വന്നില്ല. ഈ മൂലയിലെ പൊടിയൊന്നടിച്ചിട്ട്, ഈ രുചിയൊന്ന് തിളച്ചാറിയിട്ട്, ഈ തുണിയൊന്ന് അലക്കിത്തേച്ച്, ഈ വാർത്തകൾക്കും കാഴ്ചകൾക്കും ഒടുവിലേറ്റവും ഒടുവിൽ ഓരോ ചലനവും വേഗവും അളന്ന്, ഓരോ കണ്ണീരും കാരണവും ഒപ്പിയെടുത്ത്, അടഞ്ഞ സൗഹൃദങ്ങളെ തുറന്ന്, അവസാന നിമിഷം വരെ അനുരഞ്ജനത്തിനായി കാത്ത്, ഓരോ ഇലയനക്കവും തിരഞ്ഞ്, ആദിയും അന്തവും കൊരുത്ത് വരാനായിരിക്കുമോ കവിത? മുത്തുപോലുള്ള വാക്കുകൾക്കുള്ളിൽ നീ ഒളിച്ചിരിക്കുകയാണോ? കവിതയുടെ ഇടമൊക്കെ സൂക്ഷ്മമായി തന്നെ ഈ കവിതയ്ക്കകത്ത് എഴുത്തുകാരി കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കവിതകൾ, വ്യത്യസ്ത അനുഭവങ്ങൾ സമ്മാനിക്കുന്ന രചനകൾ ഓരോന്നും നമുക്ക് വായിച്ചു പോകുമ്പോൾ വലിയ ഓർമ്മകൾ ഉണ്ടാക്കുന്നുണ്ട്. അന്ധവിശ്വാസമെന്ന ഒരു കവിത ഞാൻ ഇതിനിടയിൽ തപ്പുന്നുണ്ട്. ആ കവിതയൊക്കെ നിങ്ങളൊന്ന് തപ്പി വായിച്ചു പോവുക. എന്താണ് കവിതയുടെ സൗന്ദര്യമെന്നത് നമുക്ക് ഈ ചെറിയ കവിതകളിലൂടെ അറിയാൻ കഴിയും. എത്ര വിശ്വസിച്ചാണ് ഞാൻ നിൻ്റെ കൈപിടിച്ചിറങ്ങിയത്, പിടിച്ച കൈവിട്ട് നീ മറ്റുള്ളവരുടെ കൈപിടിച്ചു തുടങ്ങിയപ്പോൾ മുതലാണ് എല്ലാ വിശ്വാസങ്ങളും അന്ധമാണെന്ന് ഞാൻ അറിഞ്ഞത്. ഇങ്ങനെയൊക്കെ എഴുത്തിൽ ചില പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയുന്ന നിരവധി കവിതകൾ മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാലെന്ന സമാഹാരത്തിലുണ്ട്. ഈ സമാഹാരം ഏറെ ആനന്ദത്തോടെ ഞാൻ ഏറ്റുവാങ്ങുന്നു. എഴുത്തുകാരിക്ക്, ഈ സഹോദര കവികൾക്ക് എല്ലാ ആശംസകളും നേർന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എത്രയും സ്നേഹമുള്ള റീബ ടീച്ചർ, ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ റോദരച്ച, പ്രൊവിൻഷ്യലച്ച, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, തൻ്റെ അസ്തിത്വത്തിന് ജീവൻ കൊടുത്തു, തൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമായി താൻ ഇന്ന് എന്തായിരിക്കുന്നുവോ അത് ഏറ്റവും ഹൃദ്യമായിട്ടുള്ള കടപ്പാടിൻ്റെ ഒരു സ്മരണ തീർത്ത ഈ പുണ്യഗ്രഹമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഗ്രഹത്തിലാണ് നാം. ജേക്കബ് മാഷും സെലീന ടീച്ചറും, അല്ലെങ്കിൽ അപ്പനും അമ്മയും 89 വർഷങ്ങളിൽ നിൽക്കുന്ന ഓർമ്മയോ 91 വർഷങ്ങൾ പിന്നിടുന്ന ഓർമ്മയോ അല്ല.
ജീവിതം മുഴുവനും കൊണ്ടു നടക്കേണ്ട മനോഹരമായ തിരുശേഷിപ്പാണ് എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ആ വലിയ കടപ്പാട് തിരുശേഷിപ്പുകളാക്കി നിറച്ചു വച്ചിരിക്കുകയാണ് മനോഹരമായ ഈ കലാഗ്രഹത്തിൽ. റോജറച്ചന് പ്രത്യേകമായിട്ടുള്ള അനുമോദനങ്ങൾ കൊടുക്കുകയാണ്. പറഞ്ഞവർ പലതും സൂചിപ്പിക്കുകയുണ്ടായി. ഞങ്ങളുടെ ഫ്രാൻസിസ്കൻ ചൈതന്യത്തിൻ്റെ ലാളിത്യമുണ്ട്. അങ്ങനെ അതിലെല്ലാറ്റിലും ഉപരിയായിട്ട് പറഞ്ഞവയൊക്കെ ശരിവെക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാണ്. നിങ്ങൾ സമയമെടുത്ത് ഈ ഗ്രഹമൊന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. വലിയ എൻജിനീയറിംഗ് പഠനമോ ബിടെക് ഒന്നുമില്ലാത്ത റോജർ അച്ഛൻ വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ എൻജിനീയറിംഗ് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. പ്രത്യേകമായിട്ട് എൻജിനീയേഴ്സും മറ്റുമൊന്നും ആയിരുന്നില്ല കൂട്ടിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ചില അനുഭവങ്ങൾ ചിലപ്പോഴൊക്കെ പല സാഹചര്യങ്ങളിലായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തികളിൽ നിന്നെല്ലാം ആർജിച്ചെടുത്ത ജ്ഞാനം ഏറ്റവും ഭംഗിയായിട്ട് ഇതിൻ്റെ ചുറ്റുപാടുകളിലേക്കും സ്ഥലം സ്പെയർ ചെയ്ത് ഓരോന്നും വളരെ കൃത്യമായിട്ട് തിട്ടപ്പെടുത്തി ചെയ്തിരിക്കുന്ന വെറും ഒരു കലാകാരൻ മാത്രമല്ല, ഒരു എൻജിനീയറിംഗ് പാഠവും കൂടിയുള്ള വ്യക്തിയാണ് റോജറച്ചൻ എന്നുള്ളത് ഈ സമയം പ്രത്യേകിച്ച് പറയുകയാണ്. അതുകൊണ്ട് ഈ മനോഹരമായ ഈ കലാഗ്രഹം കലയുടെയും മാതാപിതാക്കളുടെ കടപ്പാടിൻ്റെ തിരുശേഷിപ്പുകളാക്കി മാറ്റിയപ്പോഴും ഈ പ്രത്യേകമായ കലയും ഈ പ്രത്യേകമായ സിദ്ധിയും കൂടി അതിലുണ്ട് എന്ന് അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് റോജറച്ചന് ആ കലാഗ്രഹത്തിൻ്റെ ഈ മനോഹര നിർമ്മാണത്തിന് ഏറ്റവും ഹൃദ്യമായ കയ്യടി കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് അനുമോദനം കൊടുക്കാം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത് സൂചിപ്പിക്കുകയുണ്ടായി, നമ്മൾ അച്ഛനും മറ്റു പലരും സൂചിപ്പിക്കുകയുണ്ടായി, ഒരുപാട് വ്യത്യസ്തങ്ങളെ റാവുണ്ണി മാഷ് പറയുകയുണ്ടായി, വ്യത്യസ്തങ്ങളായ ആശയങ്ങളാണ് ഓരോന്നും വരിക എന്നുള്ളത്. ഈ പോസ്റ്റ് മോഡേൺ ചിന്താഗതിയിലൊരു ചിന്തയുണ്ട്, ദ ഡെത്ത് ഓഫ് ദി ഓതർ. ഒരു വ്യക്തി പുസ്തകം എഴുതി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. ബാക്കിയുള്ളത് വായനക്കാരൻ്റെയും കല ആസ്വദിക്കുന്നവരുടെയും ഊഴമാണ്. ഇന്ന് റോജറച്ചൻ മനോഹരമായിട്ട് തൻ്റെ ജീവിതഗന്ധിയായ അനുഭവങ്ങൾ കലാസൃഷ്ടികളിലൂടെയും പുസ്തകത്തിലൂടെയും ആവിഷ്കരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സമയമെടുത്ത് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നൽകേണ്ടത് നമ്മളാണ്. ഇത് കാണുന്ന ഓരോ വ്യക്തിയും, ഇത് വായിക്കുന്ന ഓരോ വ്യക്തിക്കും ജീവിതത്തിലേക്ക് കൊടുക്കുന്ന വ്യാഖ്യാനങ്ങൾ, അതാണ് റോജറച്ചൻ്റെ മികവ്. പക്ഷേ അദ്ദേഹം കണ്ടതിലും കാണാത്തതുമായിട്ടുള്ളവ, കണ്ടതിനേക്കാളും അതിജീവിക്കുന്നവ ഒരു പക്ഷേ തൻ്റെ വായനക്കാരനോ ഈ കാണുന്ന കലാകാരന്മാർക്കൊക്കെ ഉണ്ടാകാം. അതാണ് ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ കഴിവും സമ്പത്തും, അനേകർക്ക് വ്യാഖ്യാനം കൊടുക്കുന്ന സംഭവം. അത് തന്നെയാണ് നമ്മളിവിടെ ഈ ഓരോ ചിത്രങ്ങൾക്കും വ്യത്യസ്തങ്ങളായ ദൈവശാസ്ത്ര ചിന്തകൾ നൽകാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല, ഈ ആർട്ട് ഫോമിനോടൊപ്പം തന്നെ റോജറച്ചൻ നിർബന്ധമായിട്ട് വെച്ചിരിക്കുന്ന ഒന്നാണ് ക്രിസ്തുവിൻ്റെ കുരിശുരൂപം. അത് കുരിശുരൂപം തന്നെ തിരഞ്ഞെടുത്തു. ഇനി നിങ്ങൾ അല്പം സമയം മെനക്കെട്ട് പോകുന്നതിന് മുൻപ് നോക്കിയാൽ ഇപ്പുറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പെൻ ആർട്ടോ അല്ലെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം, അത് അവിടെ ക്രൂശിതൻ്റെ ഒരു രൂപം അദ്ദേഹത്തിൻ്റെ പെന്നാർട്ടിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ക്രിസ്റ്റോളജിയാണ്. ദൈവം മനുഷ്യനും ദൈവവുമാണ് എന്നുള്ള ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ക്രിസ്തു വൈജ്ഞാനികം ഭംഗിയായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്ന ചിത്രമാണ് നമ്മൾ തൊട്ടു മുന്നിൽ കാണുക. അപ്പോൾ ഇത് വെറുതെ ഒരു കലാസൃഷ്ടം മാത്രമല്ല, ആത്മീയവും മാനുഷികവും മാനവികവുമായ ചിന്തകൾ മനോഹരമായിട്ട് കോർത്തിണക്കിയ ഒരു കലാഗ്രഹം. അതിന് നമ്മൾ നേരത്തെ അനുമോദനങ്ങൾ അറിയിക്കുകയുണ്ടായി. എൻ്റെ അനുമോദനങ്ങളും കൂട്ടിച്ചേർക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, റോജറച്ചൻ എഴുതിയ പുസ്തകത്തിൻ്റെ ആധികാരികത നുണയൻ്റെ വാക്കാണെങ്കിലും മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടി ഞാൻ വായിക്കുകയാണ്. എനിക്ക് നാക്ക് തന്നവൻ വാക്കും തന്നു, വാക്ക് തന്നവൻ തന്നെ വാക്കാണ്, അവൻ്റെ വാക്കിനാൽ പ്രപഞ്ചം രചിച്ചു, കാരണം അവൻ്റെ വാക്കിൽ ജ്ഞാനമുണ്ട്, അതുകൊണ്ട് എൻ്റെ വാക്കിലും. തൻ്റെ സൃഷ്ടികർത്താവ്
വചനം, ആ വചനം എന്താണ്, എങ്ങനെയാണ് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നുള്ള വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ വാക്കുകൾ വ്യത്യസ്ത രൂപത്തിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ്. കൂടെ തൻ്റെ ഇടത്തോട് പറയാണ്, ആ ജ്ഞാനത്തിൽ അദ്ദേഹത്തിനും പങ്കുണ്ട്. അത് വീണ്ടും മനോഹരമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. പലപ്പോഴും ദൈവം ഇല്ലെന്നും ശാസ്ത്രത്തിനപ്പുറം, യുക്തിക്കപ്പുറം ഒരു ദൈവസങ്കല്പം സൃഷ്ടിക്കാനാകില്ലെന്നൊക്കെ നമ്മോടൊപ്പം വാദിക്കുന്ന ധാരാളം പേര് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ സദസ്സിലും കാണാം. ദൈവം അദൃശ്യനാണ്. അങ്ങനെയുള്ള അദൃശ്യമായ സങ്കല്പങ്ങളിലേക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നത് വേസ്റ്റാണെന്നൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ശാസ്ത്രത്തിനും ബുദ്ധിക്കും യുക്തിക്കും അപ്പുറം ഒരു പ്രപഞ്ചശില്പിയെ കാണാൻ സാധിക്കാതെ പോകുന്ന നമുക്കിതാ മറ്റൊരു ചിന്ത തന്നെ തരുന്നുണ്ട്. എന്നെ സ്നേഹിക്കുവാനും അതിലേറെ എനിക്ക് വിശ്വസിക്കുവാനും ഒരാളുണ്ട്, അവനാണ് ക്രിസ്തു. ഇതുകൂടാതെ ഇനിയും വേറെ പലതുമുണ്ട്. ഞാൻ പെട്ടെന്ന് എനിക്ക് പുസ്തകം മുഴുവൻ വായിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് അറിയാം എവിടെയൊക്കെയോ ഉണ്ടെന്നുള്ളത്. പക്ഷേ അത് ഈ സമയം കണ്ടെത്തി പിടിക്കാൻ സാധിച്ച ഇങ്ങനൊരു ആശംസയുടെ കാര്യം ഞാൻ ഓർത്തുമില്ലായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് താനും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരങ്ങൾ ചുരുങ്ങിയ വാക്കുകളിലുണ്ട്. അത് താൻ ആവിഷ്കരിക്കുമ്പോൾ അതാണ് വാസ്തവത്തിൽ തമ്പുരാൻ്റെ സാന്നിധ്യമെന്നും യേശു ബന്ധമെന്നൊക്കെ അദ്ദേഹം ഉറപ്പിച്ച് നമ്മെ പഠിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു കുഞ്ഞ് വിചിന്തനം ഈ പുസ്തകത്തിലുണ്ട്. അതിൽ നിന്ന് അവസാനത്തെ ചില ചിന്തകൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഈ ആശംസ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുക. വളരെ മനോഹരമായ വ്യത്യസ്ത ചിന്തകൾ, ആത്മീയ ഭാവങ്ങളുടെ ഉണ്ട്, മാനവികതയുണ്ട്. അദ്ദേഹം തത്വശാസ്ത്രം ഡോക്ടറേറ്റ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ പോലും പല അത്യന്താധുനിക ചിന്തകരെയും അതുപോലെ തന്നെ ദാർശനികരെയും തൻ്റേതായിട്ട് ഉൾക്കാഴ്ചയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ത്വക്കിൽ പേറുന്ന അപരനെക്കുറിച്ചുള്ള ലെവിനാസിൻ്റെ ചിന്താഗതികൾ അദ്ദേഹത്തിൻ്റെ മാനവികതയുടെ ഭാഗമായിട്ട് കുഞ്ഞ് പ്രാസത്തിനൊത്ത വാക്കുകളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പല ചിന്തകരും ഗബ്രിയേൽ മാർസ് തുടങ്ങിയ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരെ എല്ലാം വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലും ഈ പുസ്തകത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞ് ആശംസ ഇവിടെ അതിൻ്റെ ഒരു സമ്മറി ഫോം വന്നത് വായിക്കുകയാണ്. ഇന്നത്തെ ഉപഭോഗ സംസ്കാരത്തിലെ ബന്ധങ്ങളും വിൽപ്പന ചരക്കുകളായി മാറുന്നു. പണവും സൗന്ദര്യവും ആരോഗ്യവുമെല്ലാം ബന്ധങ്ങൾക്ക് മാനദണ്ഡമാകുമ്പോൾ ഓർക്കുക. ഞാൻ ഇത്രയും പറഞ്ഞ 5-6 കാര്യങ്ങൾ നുണയൻ്റെ വാക്കുകളിൽ വലിയ മനോഹരമായൊരു മുന്നറിയിപ്പ് ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്നുണ്ട്. ഞാൻ ഈ 4 ലൈനിൽ പറഞ്ഞത്, മരണത്തോളവും അതിലപ്പുറവും നീളുന്ന ബന്ധങ്ങളിൽ ചന്തത്തിന് സ്ഥാനമില്ലെന്ന് പ്രാസത്തിനൊപ്പം അദ്ദേഹം പറയുകയാണ്. 2 ലൈനേ ഉള്ളൂ, വളരെ കൃത്യമായിട്ട് അത് ആവിഷ്കരിക്കുന്നുണ്ട്. തുടർന്നും പറയുകയാണ്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉടഞ്ഞു വീഴുന്നത് ഇന്നിൻ്റെ സൗന്ദര്യബോധവും ബന്ധങ്ങളിലെ ബന്ധനങ്ങൾ, അതെൻ്റെ ഒരു കൂട്ടിച്ചേർക്കലാണ്. അപ്പം ഇന്നത്തെ സൗന്ദര്യബോധത്തെയും ബന്ധനങ്ങളെയും വളരെ മനോഹരമായി 2 ലൈനിൽ അദ്ദേഹം അത് ഭംഗിയായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്ന നുണയൻ്റെ വാക്കുകൾ അത്ര നുണയല്ല എന്ന് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നുണയൻ സത്യം പറയുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഞാൻ അവസാനമായിട്ട് ഒരു ആശംസയുടെ ഭാഗമായിട്ട് വായനക്കാർക്കൊരു കുഞ്ഞു സന്ദേശം നൽകി അവസാനിപ്പിക്കുകയാണ്. ഈ പുസ്തകം കയ്യിലെടുക്കുന്ന വായനക്കാരൻ ഇനി നിൻ്റെ ഊഴമാണ്. അഹത്തിൻ്റെ അടിയുടുപ്പുകൾ അഴിച്ചു മാറ്റി ആദി മനുഷ്യൻ്റെ നിയോഗശുദ്ധിയിൽ സത്യം തേടാം. ഒരു പക്ഷേ മറ്റൊരു നുണയൻ ഈ വാഴ്വിൽ പിറവിക്കൊണ്ടേക്കാം. അതാണ് എൻ്റെ ആശംസയുടെ അവസാന വാക്കുകൾ. ബുക്കിൽ നിന്ന് ഞാൻ തന്നെ എഴുതിയ വാക്കുകൾ ആവർത്തിക്കുകയാണ്. ഇവിടെ ഈ കൂടിയിരിക്കുന്ന വായനക്കാർ, നിങ്ങളുടെ കൈകളിൽ ഈ പുസ്തകം എത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ പുസ്തകം നിങ്ങളുടേതായിട്ടുള്ള ചിന്തകൾക്ക് ആക്കം തരും. ഇനി നുണയൻ്റെ വാക്കുകളല്ല, നിങ്ങളുടെ വാക്കുകളാണ് നുണയൻ്റെ വാക്കുകൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരവും സ്നേഹവും. അതിന് വായനക്കാരെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചുകൊണ്ട്
റോജറച്ചൻ്റെ ഈ പുസ്തകത്തിന് എൻ്റെ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ റീബ ടീച്ചർ എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ റീബ എന്നാണ് വിളിക്കുന്നത്. റീബയെ ഞാൻ കഴിഞ്ഞൊരു 10-12 വർഷങ്ങളായിട്ട് അറിയാം. ഒരു വീട്ടമ്മ, ജീവിതഗന്ധിയായിട്ടുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞ് പ്രശ്നങ്ങളെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. മക്കള്, ഭർത്താവിന് മാതാപിതാക്കൾ, ഇങ്ങനെയുള്ള ആ കുടുംബത്തിൽ അധ്യാപന വൃത്തിയും അതുപോലെ തന്നെ ഈ ശുശ്രൂഷ മേഖലകളും, അതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ രചിക്കാൻ കൂടി സാധിച്ചത് വെറും ഒരു സാഹിത്യകാരി മാത്രമായതുകൊണ്ടല്ല, നൽകിയിരിക്കുന്ന ഈ കഴിവുകളെ മനോഹരമായിട്ട് ഏകോപിപ്പിക്കുവാനും അതിൻ്റെ സമയം കണ്ടെത്തി ആ കമ്മിറ്റ്മെൻറ്റിൽ കൂടി അതിനോട് പ്രവർത്തിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞ വാക്ക് ആസ്വാദകർ രണ്ടുപേരും സൂചിപ്പിച്ചൊരു കാര്യം, സ്ത്രീപക്ഷ ചിന്തകൾ അല്പം റീബയിലുണ്ട്, അല്ലെങ്കിൽ കൂടുതലുണ്ടെന്ന് തന്നെ വിചാരിക്കുക. എനിക്ക് റീബയുമായിട്ടുള്ള അനുഭവം പറയുമ്പോൾ സ്ത്രീപക്ഷത്തിൻ്റെ ചിന്താതലത്തിലും ആശയലോകത്തിലും റീബ നീങ്ങുന്നുണ്ട്. ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റോ ഒരു ഫെമിനിസ്റ്റായിട്ട് ഫുൾ ടൈം അങ്ങനെ നീങ്ങുന്നൊരു വ്യക്തി അല്ലെങ്കിൽ പോലും ചിന്തകളുണ്ട്. പക്ഷേ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം മറ്റൊന്നാണ്. അതായത് ഈ സാഹിത്യരചനകൾക്കൊപ്പം സ്ത്രീപക്ഷ ചിന്താഗതികൾ അല്പമുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ റീബ ഉത്തമയായ ഒരു ഭാര്യയായിരുന്നു. ഭർത്താവിൻ്റെ രോഗത്തിൻ്റെ പല പ്രതിസന്ധികളിലും ഇങ്ങനെയുള്ള ഒരു സ്ത്രീപക്ഷ വ്യക്തികൾ മാറി നിൽക്കാവുന്ന സമയങ്ങളിൽ, ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാവുന്ന സമയങ്ങളിലൊക്കെ കൂട്ടിന് നിന്ന് ലാസ്റ്റ് നിമിഷങ്ങളിലും, രോഗത്തിൻ്റെ വളരെ മുഹൂർത്ത നിമിഷങ്ങളിലും ലീവ് എടുത്തുകൊണ്ട് കട്ടിലിനരികിൽ ശയാവലംബിയായ ഭർത്താവിന് കൂട്ടുകാരിയായിട്ട് നിൽക്കാൻ കൂടി സാധിച്ചു. അപ്പോൾ വെറും ഒരു സ്ത്രീപക്ഷം എന്നുള്ള ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതിയുടെ വ്യക്തി മാത്രമല്ല, ഒരു സമഗ്ര വ്യക്തിത്വത്തിൻ്റെ കൂടി വ്യക്തിയാണ്. ചെയ്യേണ്ട കടമകൾ ആദർശങ്ങളോടൊപ്പം തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ റീബയ്ക്ക് പ്രത്യേകമായിട്ടുള്ള അനുമോദനങ്ങൾ. വൈകി ഒരു 1-2 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ പലപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിച്ച ഒരു കാര്യമാണ് റീബയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാനായിട്ട്. ഈ രചനകളോടൊപ്പം തന്നെ ഈ ഉത്തരവാദിത്തങ്ങളെയും മറക്കാതെ തന്നെ തൻ്റെ ധർമ്മം നിർവഹിച്ചു എന്നുള്ളത് റീബയുടെ ഒരു വലിയ ആത്മധൈര്യത്തിൻ്റെ ഭാഗം തന്നെയായിട്ട് ഞാൻ കാണുകയാണ്. അതിനും പ്രത്യേകമായ അനുമോദനങ്ങൾ. തീർച്ചയായിട്ടും ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. ആസ്വാദകർ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായിട്ടും വായിക്കാൻ പ്രേരണയുണ്ട്. റബിക്കും ഏറ്റവും ഹൃദ്യമായ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഓർമ്മകളെ ഈ ഒരു ദിനത്തിലേക്ക് കൊണ്ടുവരികയും ഒരുമിച്ച് രണ്ടുപേരുടെയും പുസ്തകം പ്രകാശനം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് ആഹ്ലാദകരമായിട്ടുള്ള അനുഭവമാണ്. എഴുത്ത്, കല എന്നൊക്കെ പറയുന്ന ഇങ്ങനെ ഒരു സ്ഥാപനം രൂപപ്പെടുത്തിയവർക്ക് തന്നെ അത് അറിയാൻ പറ്റും. ജീവിതത്തിൻ്റെ കൂടെ എഴുത്തും കലയും കൂടി ഉണ്ടാവുമ്പോൾ അത്ര എളുപ്പത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നല്ല. എല്ലാ എഴുത്തുകാരുടെയും അവസ്ഥ അത് തന്നെയാണ്. ജീവിതത്തിൽ നരകം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അവർ തേടി വരും. അത് വലിയ എഴുത്തുകാർ മുഴുവൻ ആഹ്ലാദം പുറത്ത് പ്രകടിപ്പിക്കുമ്പോഴും അതിൻ്റെ ഒപ്പം ജീവിതത്തിലെ നെഗറ്റീവായിട്ടുള്ള വഴികൾ മുഴുവൻ അവരുടെ മുന്നിൽ തുറന്ന് കിടക്കും. അതിനെ പരിഷ്കരിക്കാനുള്ള ശ്രമമാണ് വാസ്തവത്തിൽ എഴുത്തുകാർ നടത്തുന്നത്. നമ്മുടെ മുന്നിൽ വന്നുപെടുന്ന മറ്റൊരു ലോകത്തെ, നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മളൊരു ലോകം ഉണ്ട്, അതിൽ തന്നെയും നെഗറ്റിവിറ്റി കുറേയൊക്കെ ഉണ്ടാവും. അതിനെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. റീബയുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എനിക്ക് മുമ്പ് സംസാരിച്ച അച്ഛൻ ചില സംഗതികൾ സൂചിപ്പിച്ചു. അപ്പൊ അതാണ്, അപ്പൊ ജീവിതത്തിൽ അത്തരം ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ പരിഹരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ജീവിക്കുകയും ജീവിതം വേറൊന്നിലേക്ക് നമ്മൾ മാറ്റുന്നു. നമ്മുടെ ആഹ്ലാദങ്ങൾ പലതും നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നു, കൊഴിഞ്ഞു പോകുന്നു. അതേസമയം നമുക്ക് കലയുടെയും സാഹിത്യത്തിൻ്റെയും എഴുത്തിൻ്റെയും വായനയുടെയും ഒക്കെ ഒരു മഹാലോകം നമ്മുടെ മുന്നിൽ ഉണ്ടാവുമ്പോൾ അതിൻ്റെ കൂടി ഒരുപാട് നല്ല വശങ്ങൾക്കൊപ്പമുള്ള നെഗറ്റീവായിട്ടുള്ള
കുറേ സംഗതികൾ അതിൻ്റെ കൂടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഇതിനെ പുറത്ത് തള്ളലാണ് എഴുത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരുന്ന സംഗതികളെ നമ്മുടെ ഉള്ളിലിട്ട് പരുവപ്പെടുത്തി എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ തരണം എന്നുള്ള വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുക. അപ്പൊ അത് മറ്റുള്ളവർക്ക് കൂടി ആയി തീരുകയാണ്. അപ്പൊ അത് എത്രത്തോളം നന്നാവുന്നു എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതം, സാമൂഹ്യ ജീവിതം, അവരുടെ വായന, എഴുത്ത് ഇതിനൊക്കെ അപേക്ഷിച്ചിരിക്കും. ഒരാളിപ്പോൾ ഒരേ സമയം സിനിമയിലും ചിത്രരചനയിലും സാഹിത്യത്തിലും ഒക്കെ സമയം കണ്ടെത്തുമ്പോൾ ചിലപ്പോൾ ആനുപാതികമായിട്ട് അതിൽ ചിലത് മാത്രമാണ് നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക. മറ്റത് നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കും, പുറത്തു വരില്ല. ഇനി പുറത്തു വന്നാൽ തന്നെ ചിലപ്പോൾ ചിലതിനെ നമുക്ക് ചില നീരൊഴുക്കുകളെ എവിടെയോ നിലച്ചു പോകുന്ന സ്ഥിതി വരും. പക്ഷെ ഇതിനെ പരമാവധി സർഗാത്മകതയെ പരമാവധി നിലനിർത്താനുള്ള ശ്രമം എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ പരമാവധി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാവുന്ന വിധത്തിൽ സ്വയം അകത്തേക്ക് ചില നീർച്ചാലുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് വായനയും ആയി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ചിത്രകലയാണെങ്കിൽ അതിൻ്റെ ഒരു വാൻ ഗോഗ് എന്നൊക്കെ പേര് പറയുമ്പോൾ തന്നെ വേറൊന്നും പറയേണ്ടതില്ല ചിത്രകലയുമായിട്ട് ബന്ധപ്പെടുത്തി. സാഹിത്യ സമയം ഡോസ്റ്റോസ്കിയെ ഓർത്താൽ മാത്രം മതി. ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തലതിരിഞ്ഞ് വേറൊന്നായി തീരുന്നത്, അതിൽ നിന്ന് എങ്ങനെയാണ് കൃതികൾ രൂപപ്പെടുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലായാൽ ഇത് എളുപ്പവിദ്യകൾ ഒന്നും തന്നെ ഇതിനകത്തില്ല എന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് വളരെ എന്താ പറയാ, സർഗാത്മക ഒരു ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളമെങ്കിലും നിലനിർത്തുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ ഒരു വലിയ കാര്യം സംഭവിക്കുന്നതിൻ്റെ കൂടെ നിൽക്കുന്ന ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. പ്രിയമുള്ള അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ള റീബയുടെ അനിയൻ RV കപ്പൂച്ചിൻ അച്ഛൻ, ഇതൊരു എല്ലാവരും പറഞ്ഞ മാതിരി ഞാൻ ഇങ്ങോട്ട് എനിക്കിന്ന് വളരെ അത്യാവശ്യമായ കുറേ കാര്യങ്ങളുടെ ഇടയിൽ കൂടിയാണ് ഓടി വന്നത്. ഇത് റീബ എപ്പോഴും പറയാറുള്ള ഈ കലാഗൃഹം എന്ന് പറയുന്നത് മനസ്സിനകത്തൊരു വല്ലാത്തൊരു അനുഭവം തന്ന, അല്ല റീബയുടെ വാക്കുകളിൽ നിന്ന് അനുഭവം തന്ന ഒരു ഗ്രഹം കൂടിയാണ്. കാരണം അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഓർമ്മകൾ നിലനിർത്താൻ ഇങ്ങനെയും സാധിക്കുമെന്ന് അച്ഛൻ്റെ അമ്മയുടെ മക്കൾ ഒരുമിച്ച് ചേർന്ന് അങ്ങനെ തീരുമാനിക്കുക, അതിനുവേണ്ടി ഒരു സ്ഥിരമായ ഒരു സ്മാരകം ഉണ്ടാവുക, ആ സ്മാരകത്തിനകത്ത് അവരുടേതായ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവുക, ഇതൊക്കെ ഒരു വളരെ അപൂർവമായൊരു ഭാഗ്യം തന്നെയാണ്. അത്തരമൊരു ഭാഗ്യത്തിൻ്റെ സമയത്ത് അതിൽ പങ്കാളിയാവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം റീബയോടുള്ള റിലേഷൻഷിപ്പ്, ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു സ്നേഹം തരുന്ന ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് വന്നതും ഞാൻ അഭിനന്ദിക്കുന്നതും. റീബയുടെ അനുഭവങ്ങളെന്ന് പറയുന്നത് ഇതെല്ലാവരും പറഞ്ഞ കൂടിയാണ്. അതിൻ്റെ പൊള്ളലുകളൊക്കെ കുറേയൊക്കെ ഞങ്ങൾ പങ്കുവെച്ചിട്ടുള്ളവരാണ്. ആ പൊള്ളലുകൾക്ക് അകത്തു നിന്നാണ് ഈ നാമ്പുകൾ, പുതുനാമ്പുകൾ പൊട്ടി മുളയ്ക്കുന്നതെന്നും അത് വളരെ കൗതുകത്തോടുകൂടി ഞാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. എത്ര തീക്കനവ് നിൽക്കുമ്പോഴും ആ തീക്കനവിനകത്ത് നിന്ന് ഒരു നറുനാമ്പ് പൊന്തിക്കാൻ റീബയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ വളരെ എനിക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ തട്ടി തന്നെ ഞാൻ പറയുകയാണ്. അതിനിയും ഇനിയുള്ള പൊള്ളലുകളൊക്കെ ഇങ്ങനെ ആയി ഓരോ നാമ്പുകളായി വലിയ വലിയ വൃക്ഷങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് പുസ്തകം കിട്ടിയിട്ടില്ല കേട്ടോ. ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും കൊടുത്തു. ഞാൻ പുറത്തിരിക്കുന്ന കാരണം നുണേൻ്റെ കഥയും കിട്ടിയില്ല, മരത്തിൻ്റെ താങ്ക് യു. ചോദിച്ച് വാങ്ങിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭം ഇങ്ങനെ വരാൻ കഴിഞ്ഞതിൽ ഇത് തന്നതിനും നന്ദിയുണ്ട്. എല്ലാവിധ ആശംസകളും. അച്ഛനെ സംബന്ധിച്ചിടത്തോളം റീബയുടെ വാക്കുകളിൽ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. അനിയനാണ്, ഞാൻ ചേട്ടനാന്ന് വിചാരിച്ചു, പക്ഷേ അനിയനാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത്. അച്ഛനെ പറ്റി പറയാത്ത വാക്കുകളില്ല. ഒരുപാട് കാര്യങ്ങൾ അച്ഛനെ പറ്റി പറയാറുണ്ട്. അത് പിന്നെ വരകളിലൂടെയാണെങ്കിലും സംഗീതത്തിലൂടെയാണെങ്കിലും അതിൻ്റെ കൊച്ചു കൊച്ചു വീഡിയോകൾ ഒക്കെ ഇട്ട് തന്ന് വലിയൊരു പാരസ്പര്യം അങ്ങനെ കീപ്പ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും രണ്ടു പേർക്കും നേരുന്നു. ഇനിയും വളരട്ടെ. ഈ കലാഗൃഹം വലിയൊരു
ഗ്രഹമായി മാറട്ടെ. ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ, ഇതിനകത്ത് 2 ഇൻഡസ്ട്രിയൽ ഫാനെങ്കിലും വെക്കണം. ചുട്ടുകൊള്ളുന്നതിന് ഒരു ചെറിയ കുറവുണ്ടാവും. 2-3 ഇൻഡസ്ട്രിയൽ ഫാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. എല്ലാവർക്കും സ്നേഹ നമസ്കാരം. സദസ്സിലുള്ളവർക്കും. എൻ്റെ നാടാണിത്. അതാണ് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് ഇതിൽ തോന്നുന്നൊരു കാര്യം. മനോഹരവും സന്തോഷവും അഭിമാനവും ഒക്കെ ആയിട്ട് തോന്നുന്നൊരു കാര്യം. ഞാൻ ഈ അടുത്ത സ്ട്രീറ്റിലാണ് താമസിക്കുന്നത്. എൻ്റെ നാട്ടുകാർ കുറച്ച് കുറവാണ് ഇവിടെ. എങ്കിലും അടുത്ത തെരുവിൽ, അടുത്ത വഴിയിൽ, സ്ട്രീറ്റ് എന്ന് പറഞ്ഞു പോയതാണ്, ക്ഷമിക്കൂ, അടുത്ത വഴിയിൽ ആണ് താമസിക്കുന്നത്. അത്രയും അടുത്ത സ്ഥലത്താണെന്ന് പറഞ്ഞത്. അയ്യോ, അപ്പോൾ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇവിടെ എഴുന്നേറ്റ് നിന്ന് റീബയുടെ അച്ഛനും അമ്മേനെയും നമ്മൾ പ്രാർത്ഥിച്ചു. ഞാൻ ജേക്കബ് മാഷെന്നല്ല പറയുക, യാക്കോബ് മാഷെന്ന് പറയുക. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ നാട്ടുകാരൊക്കെ ഇവിടെ രാജായിട്ടിരിക്കുന്നുണ്ട് അല്ലേ, നമ്മൾ യാക്കോബ് മാഷെന്ന് പറയാം. സെലീന ടീച്ചറും യാക്കോബ് മാഷും അവരെ ഓർത്തു. അതിനോടൊപ്പം തന്നെ ഞാൻ ആ സമയത്ത് ഓർത്തത് എൻ്റെ അച്ഛനെയും അമ്മേനുമാണ്. കാരണം ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ അത്രയധികം ബന്ധപ്പെട്ടിരുന്നു. അതുപോലെ ഇവിടെ രാജേട്ടനുണ്ട്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ കുറേ പരിപാടികളൊക്കെ കളിച്ച ആൾക്കാരാണ്. ഡാൻസ്, പാട്ട്, അങ്ങനെ ചെറിയ ചെറിയ. പക്ഷെ അതെല്ലാം അത്രമാത്രം ഒരു സാംസ്കാരിക ഭൂമിക ആക്കാൻ അതൊന്നും സഹായകമായില്ല. അപ്പുറത്ത് വേലൂർ ഗ്രാമക എന്ന നാടകോത്സവം ചെയ്യുമ്പോൾ എൻ്റെ അച്ഛനൊക്കെ നാടകത്തിലൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ടൊരു കുറ്റബോധമൊക്കെ തോന്നും, നമ്മളിവിടെ ഉണ്ടായിട്ട് ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നില്ല. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാടൊന്ന് വിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി താമസിക്കും, പിന്നെ ഇങ്ങോട്ട് വരും, പഠനവും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ റീബ അത് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്ന് എല്ലാ പരിപാടിയും മാറ്റി വെച്ച് ഇവിടെ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് ഞാൻ റീബയ്ക്ക് കൊടുത്തിരുന്നു. അതുപോലെ എനിക്കിതിൽ ഈ പുസ്തകത്തിൻ്റെ പേര് റീബേൻ്റെ, പിന്നെ ഞാൻ റോജർ എന്നാണ് വിളിക്കുക. എനിക്ക് അച്ഛൻ എന്നൊക്കെ വിളിക്കുമ്പോൾ റോജർ എൻ്റെ പ്രായമാണ്, അതേ പ്രായമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അറബി കപ്പൂച്ചിനൊന്നും വരില്ല. റീബ എന്നോട് അച്ഛൻ എന്ന് പറയുമ്പോൾ റീബ എന്നെക്കാളും ഒരു 3 വയസ്സ് മൂപ്പാണ്. ഞാനും റോജറും ഒരേ ഇയറിൽ 10ാം ക്ലാസ് പാസ്സായ ആൾക്കാരാണ്. ചെറുപ്പത്തിൽ തന്നെ കണ്ടുമുട്ടി അല്ലെങ്കിൽ നമ്മളത്ര സുഹൃത്തുക്കളായ ആൾക്കാരാകുമ്പോൾ നമുക്ക് അങ്ങനെ വിളിക്കാൻ തോന്നില്ല. ഞാൻ റോജറിനെ വിളിക്കുള്ളൂ. റോജറിൻ്റെ പുസ്തകത്തിൻ്റെ നുണയൻ്റെ വാക്ക്, നുണയൻ, കള്ളൻ ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ നെഗറ്റീവ് അടിപ്പിക്കുന്ന, അതല്ലെങ്കിൽ മനുഷ്യരെ നുണ ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ FB തുറന്നപ്പോൾ കണ്ടത് ഒരു സ്ത്രീനെ നുണ പറഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടിരുത്തി ആ സ്ത്രീനെ ബാത്റൂമിൽ പോലും പോകാൻ അനുവദിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ആ സ്ത്രീക്ക് മിണ്ടാൻ പോലും അവകാശമില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ തന്നെയാണ് ഈ നുണേൻ്റെ വാക്ക് എന്ന് പറയുന്നത്. നുണ പറയണ്ട, നുണ എന്ന് കേട്ടാൽ മതി, ആ ആളെ കൊണ്ട് പിന്നെ മിണ്ടിക്കില്ല. അവിടെയാണ് നുണേൻ്റെ വാക്ക് എന്നുള്ള. എനിക്കറിയില്ല പുസ്തകത്തിലുള്ള എന്താ ഉള്ളത് എന്നുള്ളത്, ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. എനിക്ക് തന്നിട്ടുണ്ട്, ഇപ്പോഴാണ് ഞാൻ കണ്ടത്. അതുപോലെ മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ, അതും ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. ആളുകൾക്ക് മിണ്ടാൻ പോലും, മിണ്ടുക എന്നുള്ളത് ഒരു അലങ്കാരമായിട്ടാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഈ ഫാസിസ്റ്റ് ലോകത്തിൽ മനുഷ്യർ മിണ്ടുക, പ്രത്യേകിച്ച് സ്ത്രീകൾ മിണ്ടുക എന്നുള്ളത് വളരെ പ്രശ്നം. ഇപ്പോഴും 2025 മിണ്ടാൻ പറ്റാത്ത സ്ത്രീകൾ എന്നോട് വന്ന് മിണ്ടുന്ന അങ്ങനത്തെ ഒരു വക്കീലും കൂടിയാണ് ഞാൻ. അതുകൊണ്ട് മരങ്ങളും മിണ്ടാൻ തുടങ്ങിയാൽ എന്തായിരിക്കും എന്നുള്ളതാണ് എനിക്ക്, അതിലെ രാഷ്ട്രീയം ഞാൻ അതാണ് അന്വേഷിക്കുന്നത്. അപ്പോഴാണ് അച്ഛൻ വന്നിട്ട് ഇവിടെ സംസാരിക്കുന്നത്, സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്നുള്ളത് ഭർത്താവിനെ നോക്കാതിരിക്കലാണ് എന്നൊരു വാക്ക് പറഞ്ഞു. അപ്പം ഞാനൊരു സ്ത്രീപക്ഷ രാഷ്ട്രീയക്കാരി ആയതുകൊണ്ട് ഫെമിനിസ്റ്റാണ്. അപ്പം ഞാനിത് കേട്ടിട്ട് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ ഇനി അതൊക്കെ ചാക്കോടി അന്തിക്കാട് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്നോട് ചോദ്യം വരും, അഡ്വക്കേറ്റ് കുക്കു ദേവകിയുള്ള വേദിയിലെ എന്താണ് ഇങ്ങനെ പറഞ്ഞു പോയത് എന്നുള്ളത്. അപ്പം സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്നുള്ളത് ഭർത്താവിനെ നോക്കാതിരിക്കലോ അച്ഛനും അമ്മേനെ നോക്കാതിരിക്കലോ കുട്ടികളെ നോക്കാതിരിക്കലോ അല്ല. ഇപ്പോൾ ഇവിടെ അനൗൺസ് ചെയ്തിരുന്ന കുട്ടി പ്രമോദ് മാഷിനോട് വളരെ വിനയ പുരസ്സരം പറയാണ്, അത്ര വിനയൊന്നും കാണിക്കണ്ട, എൻ്റെ മകൻ കരയുന്നുണ്ട്, മകന് പാല് കൊടുക്കണം, മാഷേ ഒന്ന് ഹോൾഡ് ചെയ്തോളോ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പം അതാണ് സ്ത്രീപക്ഷ രാഷ്ട്രീയം. സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്നുള്ളത് ഹ്യൂമനിസ്റ്റ് രാഷ്ട്രീയമാണ്, ഹ്യൂമനിസമാണത്. മനുഷ്യത്വത്തിനോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമാണ് അത്.
പരിപാലിക്കുന്ന എത്രയോ സ്ത്രീകൾ എന്നോടൊപ്പം ഉണ്ട്. ഞാനും അങ്ങനെ ജീവിക്കുന്ന ആളാണ്. അതായത് ഞാൻ ഭർത്താവ് എന്ന് പറയാൻ ഇഷ്ടമില്ല. എനിക്ക് ഹൈക്കോടതിയൊക്കെ പറഞ്ഞിട്ട് ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ മതിയെന്ന്. ജീവിത പങ്കാളിയെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അയാൾ അവിടെ ഇട്ടിട്ട് പോവുക എന്നുള്ളതല്ല രാഷ്ട്രീയം. ജീവിത പങ്കാളി ആവേണ്ട നമ്മുടെ കൂടെയുള്ള ഏതൊരാളും പ്രശ്നമുള്ള ആളെ അവിടെ ഇട്ട് പോകുന്നതല്ല സ്ത്രീപക്ഷ രാഷ്ട്രീയം. അങ്ങനെ അച്ഛൻ്റെ വാക്കുകളിൽ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തേണ്ട ഒരാളാണ് ഞാൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അതിലുള്ള സ്ത്രീപക്ഷ രാഷ്ട്രീയം ഞാൻ വായിച്ചു നോക്കട്ടെ റീബെ, എന്നിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് FB-യിൽ പോസ്റ്റ് ഇടാം. അതുപോലെ തന്നെ ഈ മരങ്ങളും മിണ്ടുന്ന മനുഷ്യരും മിണ്ടുന്ന, മനുഷ്യർക്ക് എല്ലാവർക്കും മിണ്ടാൻ പറ്റുന്ന ഒരു ലോകമാകട്ടെ ഇതെന്നും, അത് ശ്രീബയുടെ പുസ്തകം കൊണ്ട് മരങ്ങൾ മാത്രമല്ല മനുഷ്യരും മിണ്ടാൻ തുടങ്ങട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം. ഞാൻ ഇത്രയും പറഞ്ഞത് അച്ഛനോട് ഉണ്ടെങ്കിൽ അച്ഛന് ദേഷ്യം വരാനല്ല, സ്നേഹത്തോടു കൂടിയാണ് അച്ഛൻ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം എല്ലാവർക്കും സ്നേഹം. നമസ്കാരം. സ്നേഹം നിറഞ്ഞവരെ, ഇവിടെയുള്ള ഡോക്ടർമാർ, പൂക്കാസ തുടങ്ങി വലിയ വലിയ ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഈ വെള്ളമുടുപ്പിട്ടും വന്നിരുന്നത് ഞാൻ ഇവിടുത്തെ 2 പള്ളികളിൽ അച്ഛനായതുകൊണ്ട് മാത്രമാണ്. ഇവിടെ മറ്റുള്ളവരൊക്കെ വന്നതുകൊണ്ട് റീബ ടീച്ചർക്കും റോജർ അച്ഛനും വലിയ അഭിമാനമാണെങ്കിൽ ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് അഭിമാനമായി എന്ന് വിശ്വസിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കണേ. ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു പുസ്തക പ്രകാശനത്തിൽ എവിടെയെങ്കിലും കയറിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സദസ്സിലുമില്ല, വേദിയിൽ ഇരുന്നിട്ടില്ല ജീവിതത്തിൽ ഇതുവരെ. അപ്പോൾ ഇതുകൂടെ നിൽക്കാനുള്ള യോഗ്യതയൊന്നുമില്ല. എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം, നുണയൻ്റെ വാക്കെന്ന് പറഞ്ഞാലും മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാലെന്ന് പറഞ്ഞാലും വാക്കാണ്, മിണ്ടലാണ്, പറയലാണ്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ച് അത് വായിക്കുന്നവന് മാത്രം മനസ്സിലാവണമെന്ന് കരുതിയിട്ട് പറയുന്ന പുസ്തകങ്ങളാണ്. കർത്താവിനെ കുറിച്ച് പറയുമെങ്കിൽ ഒരു വാക്ക്, വേറെ ജാതിയും അതൊന്നും ഇവിടെ വിഷയമല്ല. കർത്താവ് ഇങ്ങനെ ഈ അവിടെ വരച്ചതിലൊരു കുരിശ് കാണാനുണ്ട്. അപ്പോൾ അവിടെ കുരിശ് രൂപമൊക്കെ ഉണ്ട്. ഈ തല്ലിക്കെട്ടി തൂക്കുന്നൊരു പരിപാടിയില്ലേ, ഏറ്റവും വികൃതമായി കൊന്ന ഒരു മനുഷ്യനത്, മരിച്ചൊരു മനുഷ്യനാണ്. അവിടെ ഒരു ഊളിയിടലുണ്ടാവും. എങ്ങനെയാണെന്നറിയോ? രക്ഷിക്കണേന്നല്ല, ഈ അടി കിട്ടുമ്പോഴും ആണി തറയ്ക്കുമ്പോഴും കരയാതിരുന്ന മജീഷ്യനൊന്നും ആയിരുന്നില്ല കർത്താവ്. ഊളിയിട്ട് കരഞ്ഞിട്ട് അത് കേട്ടവനും മുഴുവനും അച്ചോര കണ്ടവനും അതിലേ ഞങ്ങൾ നിൽക്കുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. രക്തസാക്ഷികൾ അങ്ങനെയല്ലേ? അങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ രക്തസാക്ഷികൾ വരുന്നത്, അതിൻ്റെ പിന്നാലെ അണികൾ വരുന്നത്. എന്താണ്? ചോര ചിന്തിയിട്ടാണ് മരിച്ചതെങ്കിൽ പിന്നെ മാറ്റിക്കളയാൻ പറ്റില്ല, പിന്നാലെ വരും അവന് വേണ്ടി. 33 വയസ്സിലാണ് കർത്താവ് മരിച്ചെന്ന് പറഞ്ഞെങ്കിൽ ഒരു യുവാവിനെ ഇങ്ങനെ കെട്ടിത്തൂക്കി തല്ലി കൊന്നിട്ടുണ്ടെങ്കിൽ അവനെ കണ്ട് പേടിച്ചോടില്ല ചെയ്തേ, ഞങ്ങൾ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പിന്നാലെ വരികയും ചെയ്തത്. ഈ 2 പുസ്തകത്തിലും അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടാവും. ഷിബേച്ചിയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയണമെങ്കിൽ മുഴുവൻ അറിയില്ല, അച്ഛനൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ അറിയാം. റോജർ അച്ഛൻ അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. ആ ഉടുപ്പ് ഒരു തടസ്സമല്ല, അതിനപ്പുറത്താണ് സംസാരം. അതുകൊണ്ട് ഒരു പാറപ്പുറത്ത് കയറി നിന്നിട്ട് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ബൈബിൾ പറഞ്ഞൊരു വാചകമുണ്ട്. അത് കേട്ടവൻ അവൻ്റെ ഉള്ളിൽ നിന്ന് മറക്കില്ല. എല്ലാ ആശംസകളും നേരുന്നു ഈ പറയുന്നതിൽ. ഞാൻ 2 പുസ്തകവും വായിച്ചിട്ടില്ല, വെറുതെ അങ്ങനെ ഓടിച്ചു നോക്കി. എനിക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല. ഈ സി രാധാകൃഷ്ണൻ എന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടത്. ഒരു 4 വരി ഒരു കഥ കേട്ടു ഞാൻ അവിടെ ഒരു ഒരു ലൈബ്രറി ഉദ്ഘാടനത്തിനൊന്നും പറഞ്ഞു, വെറുതെ 4 വരിയുള്ളൂ. പക്ഷെ എത്ര ശക്തമാണെന്നറിയാം. അമ്മ സ്നേഹം എന്ന മറ്റോ തലക്കെട്ട്. അമ്മയെ ചിതയിൽ വെച്ചിട്ട് തിരിച്ചൊരു ജീപ്പിൽ ഐവർ മഠത്തിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഒരു നല്ല കാറ്റ് വന്നു, ഒരു ഉറക്കം. അതിനിടയിൽ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം എങ്ങനെയാണ്? ശരീരത്തിൽ നിന്ന് തല വേർപ്പെടുന്ന സമയത്ത് ഒരിറ്റ് വെള്ളം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടത്രേ. സ്വപ്നമാണ്. അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അമ്മ പറഞ്ഞു അത്രേ, കഥ കഴിയാണ്. എന്ത്? കുഞ്ഞെ, അടുത്തേക്ക് വരരുത്, ഇവിടെ നല്ല ചൂടാണ്, മോൻ്റെ തല വേർക്കും. അമ്മ എന്താണെന്ന് പറയാൻ പിന്നെ വേറെ വല്ലതും വേണോ? 4 വരിക്കപ്പുറത്ത് ഈ എഴുതി വെച്ചതിലൊക്കെ ഒത്തിരി പറയാനുണ്ട്. മനസ്സറിഞ്ഞ് ഈ പുസ്തകം കിട്ടിയിട്ട് ലൈബ്രറിയിൽ വെച്ചാൽ എനിക്ക് ഉപകാരമില്ല, നിങ്ങൾക്ക് ആർക്കും ഉപകാരമില്ല, എഴുതിയ ആൾക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. പകരം ഇന്ന് ഇത്രയും പേര്, എത്രയോ പ്രശസ്തരായ വ്യക്തികൾ പുസ്തകങ്ങളെക്കുറിച്ച് വായിച്ച് പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ ഒരു കൊതി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വീട്ടിലിരുന്നൊക്കെ ഇങ്ങനെ ഒന്ന് വായിച്ച് നോക്കാം. പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഈ കർത്താവ് പറഞ്ഞ പോലെയൊക്കെ മുകളിൽ കയറി ഇരുന്നിട്ട് ചെവി ഉണ്ടെങ്കിൽ കേക്കടാ എന്ന് പറയണ ചില വിപ്ലവങ്ങളാണ്.
അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ ചേച്ചിയും അനുജനും തുടങ്ങുന്ന ചില വിപ്ലവങ്ങളൊക്കെ ഉണ്ട്. അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് അച്ഛൻ പറയണം, അമ്മയുടെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് ഇതേ രണ്ടാമത്തെ പുസ്തകം തന്നു, ഇവിടെ വെച്ചിട്ടുണ്ട്, പൊതിഞ്ഞു വെച്ചുള്ള പുസ്തകം. അപ്പോൾ ഒരു തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് അത്. എന്താ പറയുക, കെടാതെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇപ്പം എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിനും ആകെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഞങ്ങളുടെ പപ്പയും മമ്മിയും ജനിച്ച ദിവസമാണെന്ന്. അതുപോലെ കലയിലും വിശ്വാസത്തിലും എല്ലാം ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ആ വലിയ ഊർജം ഞങ്ങൾ രണ്ടുപേരാണ് കൂടുതലായിട്ട്. ഇപ്പോൾ ചേട്ടനും കാസറ്റുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്, പാട്ട് എഴുതുന്ന, സ്വന്തമായി പാട്ട് എഴുതി കാസറ്റ് ഇറക്കിയ ആളാണ് എൻ്റെ മൂത്ത ബ്രദർ റോയ് ജേക്കബ്. അതുപോലെ ചേട്ടൻ്റെ മകളാണ് ഇവിടെ പാട്ട് പാടിയത്. ചേട്ടനും അതുപോലെ തന്നെ നാടകവും സിനിമയൊക്കെ പാഷനായിട്ടുള്ള ആളാണ്. ചേച്ചി നൃത്തം പഠിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ അനിയനെ പറ്റി പറയണ്ടല്ലോ. ഞാനും ഇവിടെ കുറേ പേരുടെ വാക്കുകൾ കൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകൾ ഇവിടെ പറഞ്ഞു. അതിൻ്റെയൊക്കെ അടിസ്ഥാനം, മൂലാധാരം എന്ന് പറയുന്നത് എൻ്റെ അപ്പനും അമ്മ തന്നെയാണ്. നാടക നടനായിരുന്നു പപ്പ. തൃശ്ശൂർ LC പോലുള്ള ഗസ്റ്റ് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് നാടകം കളിക്കുന്ന ഒരു യങ് ചാലഞ്ചേഴ്സ് ക്ലബ്ബ് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. അതിൽ നിന്ന് രൂപപ്പെട്ട തറവാട്ടിൽ ഒരുപാട് പേര് നാടക നടന്മാരായിരുന്നു. ഹോമ എന്ന ഇതാ മനുഷ്യൻ എന്ന നാടകത്തിലെ ക്രൈസ്റ്റ് ആയിട്ടുള്ളത് എവിടെ ഇരിക്കുന്നുണ്ട്, ജോണേട്ടൻ്റെ നേർ അനുജനായിട്ടുള്ള ജോസ് VC ആണ്. ജോസേട്ടൻ വന്നിട്ടില്ല ഇവിടെ. അതുപോലെ എൻ്റെ ചേട്ടൻ, എൻ്റെ വല്യപ്പൻ്റെ മകനൊക്കെ അതിൽ നാടകം അഭിനയിച്ചിട്ടുള്ളവരാണ്. മമ്മി എഴുത്തുകാരിയാണ്. ഇവരഭിനയിക്കുന്ന നാടകങ്ങളിൽ പാട്ട് എഴുതിയിട്ടാണ് മമ്മി കവിത രചനയുടെ വശങ്ങളിലേക്ക് വരുന്നത്. പിന്നെ തൃശ്ശൂരുള്ള സഹൃദയവേദി പോലുള്ള സംഘങ്ങളിൽ പപ്പയും മമ്മിയും പോകുമ്പോൾ ഞങ്ങൾ കുഞ്ഞു കുട്ടികളായിരുന്ന ഞങ്ങളെ വിരലിൽ തൂങ്ങി ഞാനും അനിയനൊക്കെ പോകുമായിരുന്നു. ഒരു ചെറിയ പ്രായം തൊട്ട് ഇഷ്ടംപോലെ പ്രസംഗങ്ങൾ, സുകുമാർ അഴീക്കോട്, അങ്ങനെ ഒരുപാട് പേരുടെ പ്രസംഗങ്ങളും പുസ്തക പ്രകാശനങ്ങളും കണ്ടു വളർന്നതുകൊണ്ടായിരിക്കാം. എൻ്റെ അനിയൻ അച്ഛൻ പറയും, തൃശ്ശൂർ ലളിതകലാ അക്കാദമി ഉള്ളപ്പോൾ നമ്മളെ എല്ലാ പ്രാവശ്യവും അവിടെ ചിത്രരചനകൾ, ചിത്ര പ്രദർശനങ്ങൾ പോയി കാണുന്നത് ഒരു വലിയ മോട്ടിവേഷനാണ്. അപ്പം അങ്ങനെ കൂടുതൽ കണ്ടത് ഞങ്ങൾ രണ്ടുപേരായിരിക്കാം. ആ വിരലിൽ തൂങ്ങി മുതിർന്നവരെ ഇവിടെ നിർത്തുകയും ഞങ്ങളെ കൊണ്ട് നടക്കുകയും ചെയ്തത് കൊണ്ടായിരിക്കാം ഞങ്ങളിതിൽ ആഴപ്പെട്ട് കനപ്പെട്ടു പോയത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് കാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്, അനുഭവങ്ങൾക്ക്, കേൾവിക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആ നന്ദി പറയലിന് ശേഷം കവിയരങ്ങളിൽ കൂടാനായിട്ട് ഞാൻ എൻ്റെ ഒരു കവിതയും കൂടി ചേർത്ത് വായിക്കും. ഇന്ന് നമുക്കിവിടെ പുസ്തക പ്രകാശനം, അച്ഛൻ്റെ പുസ്തക പ്രകാശനം ചെയ്തത് നുണയൻ്റെ വാക്ക്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാണ്, ഈ ആർട്ട് വർക്ക് അതിലൊക്കെ ആന്തരാർത്ഥങ്ങളുണ്ട്. അപ്പോൾ അത് കുറേ പേര് പറയണില്ല. എന്നിരുന്നാലും അത് കണ്ടുപോകണം. മൗത്ത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞ ഒരു വലുതാണ്. ഈ കലാഗ്രഹം ഇങ്ങനെയുണ്ടെന്ന് നിങ്ങൾ, ഇങ്ങനെ ചെറന്തല്ലൂർ ഇവിടെ ഉണ്ടെന്ന് മറ്റു പലരോടും പറയണം. അതിൻ്റെ ഒരു അനുഭവം. ഇനി നമുക്കിവിടെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാവുന്നതാണ്. അത്തരമൊരു വേദി കൂടിയാണ് ഇത് എന്നുകൂടി ഞാൻ ചേർത്ത് പറയുന്നു. ഇന്ന് പുസ്തക പ്രകാശനം ചെയ്ത, അച്ഛൻ്റെ പുസ്തകം പ്രകാശനം ചെയ്ത ഡോക്ടർ ഫാദർ ജെയ്സൺ കാളൻ കപ്പുച്ചിൻ, പ്രൊവിൻഷ്യൽ മിനിസ്റ്ററാണ് അദ്ദേഹം. അവർക്ക് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്നേഹാദരങ്ങൾ അർപ്പിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങിയത് അൻവിത അനിൽ എന്ന കുഞ്ഞെഴുത്തുകാരിയാണ്. അവൾ നല്ല മിടുക്കിയാണ്. ഇപ്പോൾ ഈയിടെ കേരളോർമ്മയിൽ വെച്ച് നടന്ന കമ ക്യാമ്പിൽ അവളുണ്ടായിരുന്നു. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ നല്ല എഴുത്തിൻ്റെ മേഖലയിലേക്ക് ഗൗരവപ്പെട്ട് ധാരാളം വായിക്കുന്ന കുട്ടി കൂടിയാണ്. അവരുടെ പേരൻസും
അവരുടെ മുത്തശ്ശനും മുത്തശ്ശി ഇപ്പം അപ്പൂപ്പൻ വന്നിട്ടുണ്ടായിരുന്നു. മുത്തശ്ശി ഞങ്ങളോടൊപ്പം സംഘടനാ പ്രവർത്തനങ്ങളിലുള്ള പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ വടക്കാഞ്ചേരിയിലെ പ്രവർത്തക കൂടിയാണ് അവർ. അവരുടെ കൊച്ചുമകളാണ് അൻവിത. അൻവിതയ്ക്കും വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്ത ഡോക്ടർ സി രാവുണ്ണിയേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കുന്നത്, ഞങ്ങളുടെ ഒരു വലിയ തണലാണ് അദ്ദേഹം. എൻ്റെ ഒരുപാട് കാലത്തെ ജീവിത പ്രശ്നങ്ങളിലും ഒപ്പം നടക്കുകയും അതുപോലെ തന്നെ കാവിശിക അവിടെ കാവിശികയിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഞങ്ങൾ വളരെ കവി കൂട്ടായ്മ എന്നതിനപ്പുറം എല്ലാ ആനുകാലികമായ മനുഷ്യത്വപരമായ കാര്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന കൂട്ടുകൂടിയാണ്. ആനുകാലികമായ പല പ്രശ്നങ്ങൾക്കും ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തകരായി തന്നെ സമൂഹത്തിൽ ഇടപെടുന്നവരുമാണ്. അപ്പം രാവുണ്ണിയേട്ടനെ വളരെ ആദരവോടെ നന്ദി രേഖപ്പെടുത്തുന്നു. പുസ്തകം ഏറ്റുവാങ്ങിയത് ശ്രീകൃഷ്ണ കോളേജിലെ അധ്യാപകനും കവിയുമായിട്ടുള്ള ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ അവർകളാണ്. വിദ ക്യാമ്പിൽ കുറച്ച് കാലങ്ങളായിട്ടുള്ള മാഷായിട്ടുള്ള ചങ്ങാത്തം, വളരെ നല്ല സൗഹൃദമാണ് എനിക്കുള്ളത്. അദ്ദേഹം നമ്മുടെ മലയാളത്തിലെ പ്രിയങ്കരനായ കവി മധുസൂദനൻ നായരുടെ മരുമകൻ, പെങ്ങളുടെ മകനാണ് അദ്ദേഹം. അദ്ദേഹത്തെ വളരെ ആദരവോടെ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിനുള്ള നന്ദി. ഇനി ആശംസകൾ അർപ്പിച്ചത് അവിടെ സ്വാമി സദ്ഭവാനന്ദ. അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകളിലും അതിൻ്റെ അസ്വാസ്ഥ്യങ്ങളിലും വരാതിരുന്നതാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ സുപ്പീരിയർ സാൻ ദാമിയാനോ ആശ്രമം കുറുമാൻ, അച്ഛൻ്റെ ആശ്രമത്തിലെ സുപ്പീരിയറാണ് ഫാദർ ഡേവിഡ് പേരാമംഗലം. അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തോട് വളരെ എത്ര കാലം മുമ്പ് എന്നറിയില്ല, ഞങ്ങളുടെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കുഞ്ഞനുജൻ അച്ഛനാവാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ കൈ പിടിച്ചു കൊടുത്തത് ആ അച്ഛനാണ്. എന്താ പറയുക, അപ്പനും അമ്മയായിട്ട് ഏറ്റെടുത്തത് ആ അച്ഛനാണ്. അപ്പോൾ അത് ഞങ്ങളുടെ മനസ്സിനെ വളരെയധികം, ഞങ്ങളുടെ എല്ലാം കുടുംബത്തിൻ്റെ ഒരു കരുതൽ തരുന്ന അച്ഛനും കൂടിയാണ്. അച്ഛനെ വളരെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അച്ഛനെ അവതാരിക എഴുതി കൊടുത്തത് ഡോക്ടർ റോസി തമ്പി അവർകളാണ്. അദ്ദേഹം അവരെ ഇന്ന് ഒരു പ്രത്യേക കാരണത്ത് കുടുംബത്തിൽ നടക്കുന്ന ഒരു പ്രത്യേക ഫങ്ഷൻ ഉള്ളത് കൊണ്ടാണ് വരാതിരുന്നത്. അവർക്കും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. പിന്നെ എനിക്ക് ആശംസകൾ അർപ്പിച്ച ഞങ്ങളുടെ ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചവരാണ് ഡോക്ടർ MN വിനയകുമാർ, പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി. ജനബേരി എന്ന് പറയുന്ന വലിയ ഒരു നാടക അല്ലെങ്കിൽ കലാപ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന വ്യക്തി, ഒട്ടേറെ പുസ്തകങ്ങൾ എഴുതിയ വ്യക്തിയാണ്. നാടകവും നോവലുകളും ധാരാളം എഴുതിയിട്ടുള്ള വ്യക്തിയാണ് അവർ. ഡോക്ടർ MN വിനയകുമാർ, ഞങ്ങളൊക്കെ സ്നേഹത്തോടെ വിനയേട്ടൻ വിളിക്കും. വിനയേട്ടനും നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്ടർ D ഷീല, വനിതാ സാഹിതിയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന ഒട്ടേറെ നാടകങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടാണ്. പുലരി നാടക സംഘത്തിലെ അവരുണ്ട്. ഞങ്ങളൊക്കെ അതിലെ അംഗങ്ങളാണ്. അവർക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് കുക്കു ദേവകി ഞങ്ങളുടെ ബാല്യകാല സുഹൃത്താണ്. ഇവിടെ നാട്ടിലെ സാഹിത്യവും കലകളുമായി കൂടുതൽ സംവദിക്കുന്ന കുറച്ച് കുടുംബങ്ങളേ ഉള്ളൂ. അത്തരം കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാംശം ചേരുന്ന കുടുംബങ്ങളാണ്. അത്തരം ആ കുടുംബങ്ങളിൽ ഒന്നിച്ച് ഞങ്ങൾ സംവദിക്കുന്ന കൂട്ടത്തിലുള്ള കുക്കുവിനെ വളരെ ആദരവോടെ നന്ദി അർപ്പിക്കുന്നു. ഇനി എനിക്ക് എൻ്റെ പുസ്തകത്തിന് അവതാരിക എഴുതി തന്നത് ശ്രീകൃഷ്ണ കോളേജിലെ മുൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ അസിസ്റ്റൻ്റ് എഡിറ്ററുമായിരുന്ന KV രാമകൃഷ്ണ മാഷാണ്. രാമകൃഷ്ണ മാഷ് ഇവിടെ ഇല്ലപ്പോൾ, അദ്ദേഹം അമേരിക്കയിലാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ആശംസ എൻ്റെ പുസ്തകത്തിന് തന്നിട്ടുള്ള സച്ചിദാനന്ദ മാഷ്, സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിട്ടുള്ള സച്ചി മാഷാണ് എനിക്ക് അവതാരിക എഴുതി തന്നത്. അവർക്കും അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എൻ്റെ പുസ്തകത്തിൽ അതുപോലെ തന്നെ കുറിപ്പ് എഴുതി തന്ന രാവുണ്ണിയേട്ടനെ അവിടെ പരാമർശിച്ചു. രാവുണ്ണിയേട്ടനും എന്നെ ചേർത്ത് പിടിച്ചതിനുള്ള നന്ദി ഇതോടെ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ അച്ഛൻ്റെ പുസ്തകത്തിനും ആശംസകളും കുറിപ്പുകളും എഴുതി തന്ന
ഡോക്ടർ ഫാദർ ജെയ്സൺ കാളൻ, സ്വാമി സദ്ഭവാനന്ദ ഇവർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനാണ്. ഞങ്ങളുടെ അമ്മ വീടിനടുത്താണ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ്റെ വീട്. അമ്മ വീട്ടിൽ ആരും ഇന്ന് പലവിധ കാരണങ്ങളാൽ വരാൻ സാധിക്കാതിരുന്നത് കൊണ്ട് കണ്ടില്ല എന്ന് മാത്രം. ഒപ്പം കളിച്ചു വളർന്നവരുണ്ട്. എൻ്റെ അപ്പൂപ്പൻ ഏങ്ങണ്ടിയൂർ ഹൈസ്കൂളിലെ സ്ഥാപക HM ആയിരുന്നു. ഏങ്ങണ്ടിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് ട്യൂഷൻ എടുത്തിരുന്നു വീട്ടിൽ. ചന്ദ്രശേഖരനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രുവിനും വളരെ നന്ദിയുടെ നറുമലരുകൾ അർപ്പിക്കട്ടെ. അതുപോലെ തന്നെ കവിയരങ്ങ് കൊണ്ട് സമ്പന്നമാക്കിയ ഒട്ടേറെ കവികളുണ്ട്. കേരളത്തിൽ വളരെ പ്രസിദ്ധരായ കവികളാണ് അവരൊക്കെ. ഇ ജിനൻ, ഡോക്ടർ ശ്രീലത വർമ്മ, എടപ്പാൾ സുബ്രഹ്മണ്യൻ, ഡോക്ടർ ദിവ്യ എൻ, സുബീഷ് തെക്കൂട്ട്, വിജേഷ് എടക്കുന്നി, പ്രസാദ് കാക്കശ്ശേരി, CS രാജൻ, ചാക്കോടി അന്തിക്കാട്, കൃഷ്ണൻ സൗവർണിക, രാധിക സനോജ്, നീതു സുബ്രഹ്മണ്യൻ, ഗീത ടി, സുഭാഷ് പോണോളി, മനീഷ മുകേഷ് ലാൽ, ജൈന ചക്കാമടത്തിൽ, അപർണ അനീഷ്, രേഖ സി, KG കണ്ണൻ, അശോകൻ പുത്തൂർ, സിന്ധുഭദ്ര, തിയോസി, ഇവർക്കെല്ലാം ഉള്ള സ്നേഹത്തോടെ നമ്മൾ എല്ലാവരും ഒരു കുടുംബം പോലെ കഴിയുന്നവരാണ് ഞങ്ങൾ. ഒരു ആഴ്ചയിൽ എന്ന് തന്നെ പറയാം, ഞങ്ങൾക്ക് പുസ്തക പ്രകാശനങ്ങളും സമ്മേളനങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എല്ലാ ആഴ്ചയിലും സന്ധിക്കുന്നവരാണ്. അത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യമായതുകൊണ്ടാണ് എത്ര ദൂരേന്ന് വരാൻ ഞങ്ങൾ കവികൾ ഒന്നിച്ചു കൂടുന്നത്. അപ്പോൾ ഇനി അടുത്ത ആളുടെ പുസ്തക പ്രകാശനം ചെയ്യുമ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒന്നിച്ചു പോകും. അപ്പോൾ അങ്ങനെയുള്ള ബന്ധമാണ് ഞങ്ങൾക്ക്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അതുപോലെ ഞാൻ ഒരാളെ വിട്ടുപോയി. അധ്യക്ഷവേദി അലങ്കരിച്ച ഡോക്ടർ പ്രമോദ് K നാറാത്ത് മാഷ് പറയണ്ട. ഞങ്ങൾ സ്ലേറ്റ് മാസികയിൽ ഒരു മാസിക തുടങ്ങിയപ്പോൾ ഒന്നിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചവരാണ്. എൻ്റെ ശില്പിയുണ്ട്, ഞാനുണ്ട്, അച്ഛനുണ്ട്, ഞങ്ങളൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ്. നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഫാദർ മനോജ് താണിക്കൽ അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള താവു വിഷൻ ചാനലിൻ്റെ ആളുകളാണ്. കീബോർഡ് ടോൺസ് ചേട്ടൻ, ബ്രോൺസനൊക്കെ എത്ര കാലം മുമ്പാണ് ചങ്കുകളായെന്ന് അറിയില്ല. ടോൺസ് ചേട്ടൻ എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ താവു വിഷൻ ചാനലിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പിന്നെ ഇവിടെ കോമ്പയറിങ് നടത്തിയ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് മെമ്പർ ചാക്കോടി അന്തിക്കാട് നാടക നടനാണ്. മാത്രമല്ല ഞങ്ങളെ ലോകം മുഴുവൻ എത്തിക്കുന്ന ഞങ്ങളുടെ ചാക്കോമാഷിന് നന്ദി പറയുന്നു. കാവിശിക എന്ന ഗ്രൂപ്പിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ലൈവ് വിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കോമ്പയറിങ് നടത്തിയ ശില്പ എൻ്റെ ചേച്ചിയുടെ മകളാണ്. പാട്ട് പാടിയത്, ഏറ്റവും പ്രയർ സോങ് പാടിയത് എൻ്റെ ചേട്ടൻ്റെ മകളാണ് ആൻഫ്ലോറ. അപ്പം എല്ലാവർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ കാവിശികയുടെ എന്താ പറയുക, എഴുത്തോരം കാവിശിക ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും, അതുപോലെ തന്നെ അതിൻ്റെ സംഘാടകരായി നിന്ന നാരായണേട്ടൻ ദേവ് വന്നിട്ടുണ്ട്. നാടക പ്രവർത്തകരായ പുലരിയുടെ വക്താക്കളുണ്ട്. നാരായണേട്ടൻ ഒക്കെ ഞങ്ങളുടെ നാടക സംവിധായകനാണ്. അതുപോലെ തന്നെ നാരായൺ ടീച്ചർ, കുറേ പേര് താഴെ ഇരിക്കുന്നുണ്ട്. അംബുജാഷി ടീച്ചർ ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ ഭാരവാഹികളാണ്. എല്ലാ മേഖലയിലുള്ളവരും എത്തിച്ചേർന്നതിന് വളരെ സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കവിത ചൊല്ലിയില്ല. ഓക്കെ. മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ, ഉച്ചവെയിലിൽ തലയാട്ടി നിന്ന കൊന്നമരം തുമ്പികളുടെ നൃത്തത്തിലും സംഗീതത്തിലും സ്വയം അലിഞ്ഞു നിൽക്കുകയാണെന്ന് എങ്ങനെ പറയും? റോഡരികിലെ എത്ര അരുതായ്മകൾക്ക് ചെവി പൊത്തിയാവും അത് നിരത്തിന്റെ ബഹളങ്ങളിൽ നിന്നകന്ന് തുമ്പികളുടെ നൃത്തത്തിലേക്ക് കണ്ണയച്ചിട്ടുണ്ടാവുക. സീബ്ര ലൈനിലൂടെ കടന്നുപോയ അമ്മയെ
തട്ടിത്തെറിപ്പിച്ച് അനക്കം കെടുത്തിയ ബൈക്കുകാരനും പ്രണയം നടിച്ച് കൺവല നെയ്യുന്ന മധുര 17കാരിക്കും സാക്ഷി പറയാനൊന്നും ഇതുവരെ കൊന്നയെ ആരും വിളിച്ചിട്ടില്ല. വഴിയരികിലെ കൊന്നവടി കൊണ്ട് പകരം തീർക്കാനിറങ്ങിയ കലാലയ പേച്ചുകൾക്കും ഗാന്ധി വടിയായി മാറ്റിയ പ്രച്ഛന്ന വേഷധാരികൾക്കും കാണാനാവാത്ത ചില മൗനങ്ങൾ കണ്ണടച്ചു തുറക്കുന്ന ഓരോ നിമിഷത്തിലും ചെളിയേറ്റു വാങ്ങുന്ന കൊന്നയിൽ പുകയുന്നുണ്ടെന്ന് ആരും അറിയുന്നില്ലല്ലോ. തീണ്ടാപ്പാടത്ത് നീലിയെ പിഴപ്പിച്ചിട്ടും തച്ചുകൊന്ന ചില മാന്യദേഹങ്ങളെ കണ്ടിട്ടും പ്രതികരിക്കാനാകാതെ നീലിയുടെ അമ്മ കൊന്നമരം കൊന്നമരം എന്ന് എന്നെ നോക്കി പ്രാഗി ചത്തതിൻ്റെ ഓർമ്മ ഉള്ളിലുള്ളതാകാം. ഞാൻ ഇന്നും നിങ്ങളുടെ ഒന്നും അകത്തു കയറാതെ വേലിക്ക് തന്നെ നിൽക്കുന്നത്. ഞാനിപ്പോഴും നീലിക്കൊപ്പം തന്നെയാ. അല്ലെങ്കിലും മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ ഇടിഞ്ഞു വീഴാനുള്ള ആകാശങ്ങളെയുള്ളൂ മനുഷ്യനെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അല്ലെങ്കിലും മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ ഇടിഞ്ഞു വീഴാനുള്ള ആകാശങ്ങളെയുള്ളൂ മനുഷ്യനെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? നന്ദി.